ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ടിങ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുന്നത്, ജേർണൽ എൻട്രി ഉപയോഗിച്ച് എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിലെ പോസ്റ്റിംഗ് അല്ല ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഒക്കെ വരുന്ന ഐറ്റംസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഈ ലെഡ്ജർ അക്കൗണ്ട്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട തിയറി പോർഷൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കൺസെപ്റ്റ്സ് ഇവയെക്കുറിച്ചാണ്. അക്കൗണ്ടിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട തിയറി പോർഷനുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കൺസെപ്റ്റ്സ് എന്നാണ് ഓരോ പോയിന്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കൺസെപ്റ്റ്സ് റെഫർ ടു certain necessary assumptions or conditions on which the accounting system is based. ഇവിടെ പറയുന്നത് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ബേസ് ആയിട്ടുള്ള അസംഷൻസിനെയും കണ്ടീഷൻസിനെയുമാണ് അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഈ അസംഷൻസിൻ്റെയും കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻറ്റ് ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് നോക്കാം. അസംഷൻസ് പ്രൊവൈഡ് എ ഫൗണ്ടേഷൻ ഫോർ ദ അക്കൗണ്ടിങ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഫൗണ്ടേഷൻ, അതായത് അടിത്തറ എന്ന് പറയുന്നത് അസംഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അസംഷൻസിനും കൺസെപ്റ്റ്സിനും വളരെയധികം ഇമ്പോർട്ടൻസ് അക്കൗണ്ടൻസിയിലുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയാൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് നോ എൻ്റർപ്രൈസ് ക്യാൻ പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്തൗട്ട് കൺസിഡറിങ് ദീസ് അസംഷൻസ്. ഈ അസംഷൻസ് ഉപയോഗിക്കാതെ ഒരു സ്ഥാപനത്തിനും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് വർഷാവസാനം ഒരു സ്ഥാപനം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് നോക്കാം. ദർ ഇസ് നോ അതോറിറ്റേറ്റീവ് ലിസ്റ്റ് ഓഫ് അസംഷൻസ്. അതായത് അക്കൗണ്ടിങ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആധികാരികമായി ഉത്തരവുകൾ ഇറക്കുന്ന പല ഓർഗനൈസേഷൻസും ഇന്ത്യയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയാണ്. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഒന്നും ആധികാരികമായിട്ട് ഒരു അസംഷൻസും കണ്ടീഷൻസും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനറലായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അസംഷൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നെക്സ്റ്റ് പോയിന്റിലും അത് തന്നെയാണ് പറയുന്നത്. ഹവർ ദ ഫോളോയിങ് ആർ സം ഓഫ് ദ മേജർ ആൻഡ് ജനറലി അക്സെപ്റ്റഡ് അസംഷൻസ്. താഴെ പറയുന്നതാണ് ജനറലായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അസംഷൻസ്. അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ് ഒന്നാമത്തെ കൺസെപ്റ്റ്. ഓക്കെ, അത് ഞാൻ വായിക്കാം. Under this concept, it is assumed that business unit is distinct and completely separate from its owners. ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അക്കൗണ്ടൻറ്റ് ആ സ്ഥാപനത്തിലെ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഏത് രീതിയിൽ ചിന്തിച്ചാണ് ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യേണ്ടത്, അതായത് അക്കൗണ്ടൻറ്റിൻ്റെ ചിന്ത പോകേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ കൺസെപ്റ്റിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അണ്ടർ ദിസ് കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് പ്രകാരം ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ്, ഇവിടെ അസ്യൂം ചെയ്യുന്നത് ബിസിനസ് യൂണിറ്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. അതായത് ബിസിനസ് യൂണിറ്റ്, ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ ഓണറിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് സ്ഥാപനം വേറെ, ഓണർ വേറെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചിന്തിക്കേണ്ടത് ആരാണ്? ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ചിന്തിക്കേണ്ടത്. എങ്ങനെ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഓണർ രണ്ടും രണ്ട് വ്യക്തികളാണ്. സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻ്റായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ആ രീതിയിൽ വേണം അക്കൗണ്ടൻ്റ് ചിന്തിക്കാൻ. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അക്കൗണ്ടൻ്റ് ചിന്തിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലും ഇത് തന്നെയാണ് പറയുന്നത് നോക്കുക. ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ഓർ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദ പേഴ്സൺ ഹൂ കൺട്രോൾ ഇറ്റ്. അതായത് ഒരു സ്ഥാപനത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തി, ഇത് രണ്ടും രണ്ടായിട്ട് വേണം അക്കൗണ്ടൻറ്റ് ട്രീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് കരുതാൻ. ഓക്കെ, അപ്പം സ്ഥാപനമാണ് അക്കൗണ്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്, സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടൻറ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനെ അക്കൗണ്ടൻറ്റ് ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു ഔട്ട്സൈഡറായിട്ടാണ്. അതായത് ആ സ്ഥാപനത്തിലോട്ട് അതിൻ്റെ മുതലാളി, അതിൻ്റെ ആ ഓണർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നു, പൈസ മുടക്കിയിരിക്കുന്നു. ഓണർ മുടക്കുന്ന തുക ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റിയാണ്. സ്ഥാപനം ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. ഓക്കെ, ഈ ഒരു രീതി ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓണർ മുടക്കുന്ന തുക ലയബിലിറ്റി ആയിട്ട്
ട്രീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് വളരെ പ്രാധാന്യം ഉള്ളതാണെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്യാപിറ്റൽ എന്ന ഐറ്റം ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഈ എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ഓണർ മുടക്കുന്ന തുക അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ലയബിലിറ്റി ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലും ഇത് തന്നെയാണ് പറയുന്നത്. ദ പ്രൊപ്രൈറ്റർ ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഹിം ഓൺ ദ അസംഷൻ ദാറ്റ് ഹി ഹാസ് ഗിവൺ മണി ആൻഡ് ദ ബിസിനസ് ഹാസ് റിസീവ്ഡ് ഇറ്റ്. ഓക്കെ, ഇവിടെ പറയുന്നത് ദ പ്രൊപ്രൈറ്റർ ഈസ് ട്രീറ്റഡ് ആസ് എ ക്രെഡിറ്റർ. ഇവിടെ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ഒരു പ്രൊപ്രൈറ്ററെ, അതായത് ആ സ്ഥാപനത്തിൻ്റെ ഓണറെ ഒരു ക്രെഡിറ്റർ, ഒരു കടക്കാരനായിട്ടാണ് സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ട്രീറ്റ് ചെയ്യേണ്ടത്. ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ഹിം, അതായത് ആ സ്ഥാപനത്തിലോട്ട് അതിൻ്റെ ഓണർ, ആ പ്രൊപ്രൈറ്റർ മുടക്കിയ തുക എത്രയാണോ അത്രയും ബാധ്യത ആ സ്ഥാപനത്തിന് ആ പ്രൊപ്രൈറ്ററോട് ഉണ്ട്. ആ രീതിയിലാണ് ഇവിടെ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ഓണർ മുടക്കിയ ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് നോക്കുക, അസംഷൻ ദാറ്റ് ഹി ഹാസ് ഗിവൺ മണി ആൻഡ് ബിസിനസ് ഹാസ് റിസീവ്ഡ് ഇറ്റ്. അതായത് ഓണർ ആ ബിസിനസ്സിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്തു, ആ ബിസിനസ് ആ പൈസ ഓണറിൽ നിന്ന് റിസീവ് ചെയ്തിരിക്കുന്നു. ഈ ഓണറിന് ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യതയായിട്ടായിരിക്കണം ഒരു അക്കൗണ്ടന്റ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൽ പറയുന്നത്. പ്രധാനമായിട്ടും 3 അസംഷൻസും കൂടിയുണ്ട്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, അതേപോലെ തന്നെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, അതേപോലെ തന്നെ അക്കൗണ്ടിങ് പീരീഡ്. ഓക്കെ, ഇത് നമുക്ക് ജേണൽ എൻട്രി എഴുതുന്നതിനോ അതേപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനോ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിനോ അത്യാവശ്യമായിട്ട് വരുന്നില്ല. എങ്കിലും ഞാനൊന്നും പറഞ്ഞേക്കാം. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് പണപരമായ ഇടപാടുകൾ മാത്രം ആണെന്നാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. അതായത് പണം കൊണ്ട് അളക്കാൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ടൻസിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻസും അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കത്തില്ല. അതാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ആണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലൈഫ്, അതായത് അതിൻ്റെ കാലയളവ്, അത് എത്ര നാൾ നിലനിൽക്കുമെന്ന് മുൻകൂട്ടി പറയാനാകില്ല. അതിൻ്റെ ലൈഫ് ഇൻഡെഫിനിറ്റ് ആണ്, അതായത് ആർക്കും പറയാൻ സാധിക്കത്തില്ല. ആ ഒരു കൺസെപ്റ്റിന് ആയിരിക്കണം ഒരു അക്കൗണ്ടൻ്റ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. അതായത് തൊട്ടടുത്ത് തന്നെ അത് പൂട്ടിപ്പോകുക എന്നുള്ളൊരു ചിന്ത അക്കൗണ്ടൻറ്റിന് വരരുത്. എത്ര വർഷം കഴിഞ്ഞാലും അക്കൗണ്ട്സ് ഉപയോഗിക്കേണ്ടി വരുന്ന രീതിയിലായിരിക്കണം ഒരു അക്കൗണ്ടൻറ്റ് ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് ആണ്. ഈ അക്കൗണ്ടിങ് പീരീഡ് എന്ന കൺസെപ്റ്റ് പ്രകാരം ഓരോ വർഷവും അക്കൗണ്ട് ബുക്കുകൾ ക്ലോസ് ചെയ്ത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തൊട്ടടുത്ത വർഷം എഴുതി തുടങ്ങണമെന്നാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്. ഇതിൽ ഒന്നാമത്തെ കൺസെപ്റ്റ്സ് ആണ് നമുക്ക് ലെഡ്ജർ അക്കൗണ്ട്സും ട്രയൽ ബാലൻസും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്തത് കൂടുതലായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് അറിയേണ്ടത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ജേണൽ എൻട്രിയും ലെഡ്ജർ അക്കൗണ്ടിലോട്ട് പോകാം. ഓക്കെ, അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ്, ഇതിനെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ലോകത്ത് മുഴുവനുമുള്ള അക്കൗണ്ടന്റുമാർ ഫോളോ ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ദ ടേം കൺവെൻഷൻ ഡിനോട്ട്സ് എ റൂൾ ഓർ പ്രാക്ടീസ് വിച്ച് ബൈ കോമൺ കൺസെൻറ്റ് ഈസ് എംപ്ലോയ്ഡ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് എ പർട്ടിക്കുലർ പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ദ ടേം കൺവെൻഷൻ ഡിനോട്ട്സ്, കൺവെൻഷൻ എന്ന ടേം ഡിനോട്ട് ചെയ്യുന്നത് a rule or practice which by common consent is employed in the solution of a particular problem. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു രീതി, അതിനെയാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇൻ ഓർഡർ ടു ഹാവ് യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ദ പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ് ഹാസ് ടു ഫോളോ സർട്ടൻ കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ്. ഇവിടെ പറയുന്നത് ലോകത്തിലെവിടെയും അക്കൗണ്ടന്മാർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ കൺവെൻഷൻസിൻ്റെയും പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അങ്ങനെ ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ ഈ പറയുന്ന റൂൾസും കൺവെൻഷൻസും ഒക്കെ അക്കൗണ്ടന്മാർ ഫോളോ ചെയ്തേ പറ്റുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിൽ അത് തന്നെയാണ് പറയുന്നത്. നോക്കുക, ദീസ് കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾ റെഫർ ടു ആൻ അക്കൗണ്ടിങ് പ്രൊസീജിയർ ഫോളോഡ് ബൈ അക്കൗണ്ടൻസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൽ എവിടെയുള്ള അക്കൗണ്ടന്മാരും ഫോളോ ചെയ്യുന്നത് ഈ പ്രിൻസിപ്പിൾസും കൺവെൻഷൻസും ആണെന്നാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അതായത് അക്കൗണ്ടിങ് ചെയ്യുന്നതിന് പൊതുവായി അംഗീകരിച്ചിട്ടുള്ള പ്രിൻസിപ്പിൾസിനെയും കൺവെൻഷൻസിനെയുമാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോകത്ത് എവിടെ ചെന്നാലും എല്ലാ അക്കൗണ്ടന്മാരും ഈ റൂൾസും കൺവെൻഷൻസും അനുസരിച്ചായിരിക്കും അക്കൗണ്ട്സ് റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യാനും അതേപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പറേഷനും ട്രയൽ ബാലൻസ് പ്രിപ്പറേഷനും ഒക്കെ ആവശ്യമായിട്ട് വരുന്ന ഒരു പ്രിൻസിപ്പിൾ മാത്രമാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് തന്നെയാണ്. ഡ്യുവൽ ആസ്പെക്ട്സ് പ്രിൻസിപ്പിൾസ് എന്നാണ് ഈ പ്രിൻസിപ്പിളിൻ്റെ പേര്. നമുക്ക് നോക്കാതെ ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ.
ദിസ് ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് ഇക്വിവലൻസ് കൺസെപ്റ്റ്. ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട്, അക്കൗണ്ടിങ് ഇക്വിവലൻസ് കൺസെപ്റ്റ്. ഇങ്ങനെ പറയുന്നത്, അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് each and every business transactions has two aspects, a giving aspect and a receiving aspect. അപ്പോൾ ഈ കൺസെപ്റ്റ് പ്രകാരം ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ധനപരമായ ഇടപാടുകൾക്ക് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്, അതായത് ഒരു ഗിവിങ് ആസ്പെക്ട്സും ഒരു റിസീവിങ് ആസ്പെക്ട്സും. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. നമുക്കൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി അത് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സ് സ്റ്റാർട്ട്സ് എ ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹15,000. എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മുടക്കിയിട്ടുള്ള തുക ₹15,000 ആണ്. എക്സ് തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ അവിടുത്തെ അക്കൗണ്ടൻറ്റ് ആ സ്ഥാപനത്തിൻ്റെ കണക്ക് എഴുതുമ്പോൾ ഈ എക്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ 15,000 അക്കൗണ്ട് ബുക്കിൽ എഴുതി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ അക്കൗണ്ടൻറ്റ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്, അക്കൗണ്ടൻറ്റ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടേണ്ട രണ്ട് ആസ്പെക്റ്റ്, ഈ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് വശങ്ങൾ ഏതൊക്കെയാണ്, രണ്ട് കാര്യങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻറ്റ് റെക്കോർഡ് ചെയ്യണം. അതെന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ഒരു സ്ഥാപനവും ആ സ്ഥാപനത്തിൻ്റെ ഓണറും രണ്ട് വ്യക്തികളാണ്. സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻ്റായിട്ട് വേണം അക്കൗണ്ടൻറ്റ് കണക്കുകൾ എഴുതാനായിട്ട്. ഓക്കെ, അപ്പം എക്സ് ആണ് ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എക്സിൻ്റെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻറ്റ് ഈ ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നോക്കുക, അപ്പം ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 15,000 രൂപയുടെ ക്യാഷ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് വന്നു. അപ്പോൾ ഒരു ആസ്പെക്റ്റ് ക്യാഷാണ്, ഒരു അസറ്റ് ആ സ്ഥാപനത്തിൽ വന്നിരിക്കുന്നു. മറ്റേ ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ അറ്റ് ദ സെയിം ടൈം ആ 15,000 രൂപയുടെ ക്യാഷ് വന്നപ്പോൾ 15,000 രൂപയുടെ ഒരു ബാധ്യത ആ സ്ഥാപനത്തിന് എക്സ് എന്ന ഓണറിന്, അതായത് ആ സ്ഥാപനത്തിന് ഓണർ തന്നെയാണ് എക്സ്, പക്ഷേ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻറ്റ് ചിന്തിക്കുമ്പോൾ എക്സ് ഒരു ഔട്ട്സൈഡറാണ്. എക്സ് ആ സ്ഥാപനത്തിലോട്ട് മുടക്കിയിരിക്കുന്ന ആ എമൗണ്ട് ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം എക്സിന് തിരിച്ചു കൊടുക്കേണ്ടത്, അതായത് ബാധ്യതയാണ്. ഓക്കെ, അപ്പോൾ ഓണറെ ട്രീറ്റ് ചെയ്യുന്നത് ഔട്ട്സൈഡറായിട്ടാണ്, ഒരു ക്രെഡിറ്ററായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ആസ്പെക്റ്റ് വരുന്നത്, ഒന്ന് ഓണർ ഒരു സ്ഥാപനത്തിലോട്ട് മുടക്കുന്ന എമൗണ്ടിന് പറയുന്ന അക്കൗണ്ടിങ് ടേം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്നാണ്. ഓക്കെ, ക്യാപിറ്റൽ ഒരു ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓണേഴ്സ് സ്ഥാപനത്തിലോട്ട് മുടക്കുന്ന തുകയ്ക്കാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ക്യാപിറ്റൽ, ഒരു ഓണർ സ്ഥാപനത്തിലോട്ട് മുടക്കുന്ന തുക ലയബിലിറ്റിയാണ്. അപ്പം ക്യാപിറ്റൽ എന്ന ലയബിലിറ്റി ഉണ്ടാകുന്നു. അതേപോലെ തന്നെ 15,000 രൂപയുടെ ക്യാഷും ആ സ്ഥാപനത്തിലുണ്ടാകുന്നു. അപ്പം ഒരു ആളൊരു ബിസിനസ് തുടങ്ങി, അദ്ദേഹം ആ സ്ഥാപനത്തിലോട്ട് 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാപിറ്റലും ഒന്ന് ക്യാഷുമാണ്. ഓക്കെ, അപ്പോൾ ഇത് ലയബിലിറ്റിയാണ്, ഇത് അസറ്റാണ്. ഓക്കെ, അപ്പം ഇവിടെ ഡുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് പ്രകാരം ഈ ട്രാൻസാക്ഷൻ്റെ എഫക്റ്റായിട്ട് ആ സ്ഥാപനത്തിന് 15,000 രൂപയുടെ ₹15,000 ക്യാപിറ്റൽ ലയബിലിറ്റി ഉണ്ടായി. അറ്റ് ദ സെയിം ടൈം ₹15,000 ക്യാഷ് അസറ്റും ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് രണ്ട് ആസ്പെക്റ്റ്, അതിൽ ഒരു ആസ്പെക്റ്റ് ലയബിലിറ്റിയും ഒരു ആസ്പെക്റ്റ് അസറ്റും, ഈ രണ്ട് ആസ്പെക്റ്റും നമ്മൾ അക്കൗണ്ട് ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. ഇതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം കൂടി നമുക്ക് പറയാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇച്ചിരി കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. നമുക്ക് നോക്കാം. അടുത്ത ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എക്സ് ബോറോഡ് ₹5,000 ഫ്രം വൈ ആൻഡ് ഇൻവെസ്റ്റഡ് ദ സെയിം ഇൻ ദ ബിസിനസ്. അതായത് ഓണർ, എക്സ് ആണ് ആ സ്ഥാപനത്തിൻ്റെ ഓണർ, അദ്ദേഹം വൈ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് 5,000 രൂപ കടമായിട്ട് മേടിച്ചു. എന്നിട്ട് ആ എമൗണ്ട് സ്ഥാപനത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, വൈ എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് എക്സ് 5,000 രൂപ കടം മേടിച്ചിട്ട് ആ 5,000 രൂപ എക്സ് ആ സ്ഥാപനത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വൈ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 5,000 രൂപയുടെ ഒരു ബാധ്യത ഉണ്ടായി. അറ്റ് ദ സെയിം ടൈം 5,000 രൂപയുടെ ക്യാഷ് അസറ്റ് ആ സ്ഥാപനത്തിന് കൂടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥാപനത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കിക്കാണേണ്ടത്. ആ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വൈ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 5,000 രൂപ കൂടെ കൊടുക്കേണ്ട ഒരു ബാധ്യത അവിടെ ഉണ്ടായിരിക്കുന്നു. അറ്റ് ദ സെയിം ടൈം ആ സ്ഥാപനത്തിന് 5,000 രൂപയുടെ ക്യാഷ് വൈയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അപ്പം 5,000 രൂപയുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു, 5,000 രൂപയുടെ അസറ്റ് ആ സ്ഥാപനത്തിന് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ഥാപനത്തിന് ഓൾറെഡി ക്യാപിറ്റൽ ലയബിലിറ്റി ഉണ്ട്. ഓക്കെ, ലയബിലിറ്റി എന്ന് എഴുതി. ഇവിടെ ഓൾറെഡി സ്ഥാപനത്തിന് ക്യാപിറ്റൽ ലയബിലിറ്റി ഉണ്ട്. അതിൻ്റെ കൂടെ ക്രെഡിറ്റർ, അതായത് സ്ഥാപനം ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത്തരം വ്യക്തികളെ ക്രെഡിറ്റർ എന്നാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ സൂചിപ്പിക്കുന്നത്. അപ്പം ഒരു ക്രെഡിറ്റർ അവിടെ ഉണ്ടായി. അറ്റ് ദ സെയിം ടൈം ഇവിടെ ക്യാഷ് തന്നെയാണ് രണ്ട് ട്രാൻസാക്ഷനിലും, ആദ്യത്തെ ക്യാഷ് പിന്നെ രണ്ടാമത്തെ ക്യാഷ്. ഓക്കെ,
അപ്പോൾ നോക്കുക, ഇവിടെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ആയിട്ട് ആദ്യം കൊടുക്കാനുള്ളത്, ആ ഓണർ കൊടുക്കാനുള്ളത് 15,000 രൂപയാണ്. ക്രെഡിറ്റർക്ക് ഇപ്പോൾ കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ലയബിലിറ്റി 20,000 രൂപയായി. അറ്റ് സെയിം ടൈം നോക്കുക, ആദ്യത്തെ ഓണറിൽ നിന്ന് കിട്ടിയ ക്യാഷ് 15,000 രൂപയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഈ വഴിയിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ക്യാഷ് 5,000 ആണ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ 15,000 പ്ലസ് 5,000 ലയബിലിറ്റി 20,000. അറ്റ് ദ സെയിം ടൈം ക്യാഷ്, രണ്ട് ക്യാഷ് കൊണ്ട് കൂട്ടുമ്പോഴും 20,000. അപ്പം ഈ ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ അക്കൗണ്ട്സ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സമയത്തും ആ സ്ഥാപനത്തിൻ്റെ ആസ്തിയോ ബാധ്യതയോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ ആയിരിക്കും. അത് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം അക്കൗണ്ട്സ് എഴുതുന്നതുകൊണ്ടാണ് ഡുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരം അക്കൗണ്ട്സ് എഴുതുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റും ലയബിലിറ്റിയും എപ്പോഴും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഏത് സമയത്ത് ഒരു ആ സ്ഥാപനത്തിൻ്റെ അസറ്റും ലയബിലിറ്റിയും നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഈക്വൽ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു കൺസെപ്റ്റിന് അക്കൗണ്ടിങ് ഇക്വിവലൻസ് കൺസെപ്റ്റ് എന്ന് നമ്മൾ നേരത്തെ മേളിൽ പറഞ്ഞ പോയിന്റിൽ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ കൺസെപ്റ്റ് പ്രകാരം അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അസറ്റും ലയബിലിറ്റിയും എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നാണ്. ഓക്കെ, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ അസറ്റിന് തുല്യമായിരിക്കും ആ സ്ഥാപനത്തിൻ്റെ ലയബിലിറ്റിയും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ലയബിലിറ്റിയും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത്. അതായത് രണ്ടും തുല്യമായിരിക്കും. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ ഉണ്ടായതും ഈ ഒരു അക്കൗണ്ടിങ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമുക്ക് ഡ്യുവൽ ആസ്പെക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷനും അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ധനപരമായ ഇടപാടുകൾ, അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ അക്കൗണ്ടന്റ് ആ ട്രാൻസാക്ഷനിൽ റെക്കോർഡ് ചെയ്യപ്പെടേണ്ട രണ്ട് ആസ്പെക്ട് കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരു അക്കൗണ്ടന്റ് ട്രാൻസാക്ഷനിൽ നിന്ന് കണ്ടെത്തി റെക്കോർഡ് ചെയ്യേണ്ട ആസ്പെക്റ്റുകളെ പ്രധാനമായിട്ടും നമുക്ക് 4ആയിട്ട് തിരിക്കാം. ഇതിൽ ഏതെങ്കിലും 2 എണ്ണമായിരിക്കും ഒരു ട്രാൻസാക്ഷനിൽ ഉണ്ടാകുക. ആ 2 എണ്ണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും 4 എണ്ണം എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് അസറ്റാണ്, രണ്ടാമത്തത് ലയബിലിറ്റിയാണ്, മൂന്നാമത്തത് എക്സ്പെൻസ് ആണ്, നാലാമത്തത് ഇൻകമാണ്. ഓക്കെ, നമ്മളിവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞ ട്രാൻസാക്ഷനിൽ ഉണ്ടായ 2 ആസ്പെക്ട്സ്, ഒന്ന് അസറ്റ്സും ഒന്ന് ലയബിലിറ്റിയും ആയിരുന്നു. ഇത് മാറിയും തിരിഞ്ഞും വരാം. ഒന്നെങ്കിൽ അസറ്റും ലയബിലിറ്റിയും വരും, അതേപോലെ തന്നെ ലയബിലിറ്റിയും എക്സ്പെൻസും വരാം, അതേപോലെ തന്നെ ലയബിലിറ്റിയും ഇൻകവും വരാം, അസറ്റും ഇൻകവും വരാം. അങ്ങനെ പല പല രീതിയിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കുറേ ട്രാൻസാക്ഷൻസ് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴേ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് ഈ അസറ്റ്സിനെയും ലയബിലിറ്റിനെയും ഇൻകത്തിനെയും എക്സ്പെൻസിനെയും ഒന്ന് നല്ല രീതിയിൽ പരിചയപ്പെടാം. ആദ്യമേ നമ്മൾ അസറ്റ്സിനെ നോക്കുകയാണെങ്കിൽ അസറ്റ്സിനെ നമുക്ക് പ്രധാനമായിട്ട് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കറണ്ട് അസറ്റ് എന്നും ഫിക്സ്ഡ് അസറ്റ് എന്നും. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ കാറ്റഗറി പെടുന്നത് ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, ബാങ്ക് ഇവയൊക്കെയാണ്. കറണ്ട് അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു അസറ്റിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓക്കെ, അത്തരത്തിലുള്ള അസറ്റിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു വർഷത്തിനുള്ളിൽ ആ സ്ഥാപനത്തിൻ്റെ ആ അസറ്റിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് സ്റ്റോക്ക് നമുക്ക് എടുക്കാം. സ്റ്റേഷനറി കടയിലിരിക്കുന്ന സ്റ്റോക്ക് ആളുകൾ മേടിക്കുന്നതനുസരിച്ച് സ്റ്റോക്കിൻ്റെ അളവ് കുറയുന്നു. പിന്നെയും പുതിയ പുതിയ സ്റ്റോക്ക് ആ കടക്കാരെ മേടിച്ച് വെക്കുന്നതനുസരിച്ച് സ്റ്റോക്കിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അസറ്റിനെയാണ് കറണ്ട് അസറ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്തുന്നത്. ഇതിൻ്റെ വാല്യൂ ഒരു വർഷത്തിനുള്ളിൽ, ഇവിടെ ഒരു വർഷത്തെ ഒരു ഡ്യൂറേഷൻ നമ്മളൊരു പീരീഡായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ ഒരു വർഷത്തിനുള്ളിൽ വാല്യൂ ചേഞ്ച് ചെയ്യപ്പെടുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന കേട്ടിൽ പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ. അപ്പോൾ ഇവിടെ ഡെപ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ആരിൽ നിന്നെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ, അതായത് സ്റ്റേഷനറി കടയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ സ്റ്റേഷനറി കടയിൽ നിന്ന് കടമായിട്ട് ആളുകൾ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകാറുണ്ടാവും. ആ കടമായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെയാണ് ഡെപ്റ്റേഴ്സ് എന്ന ഹെഡിൽ പെടുത്തുന്നത്. ഓക്കെ, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ബിൽസ് റിസീവബിൾ ആണ്. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഈ ഡെപ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന്, കാശ് തരാനുള്ള ആൾക്കാരിൽ നിന്ന് ഡോക്യുമെന്റിൽ എഴുതി മേടിക്കുകയാണ്, ഇത്ര ദിവസത്തിനുള്ളിൽ പൈസ തരണം എന്നുള്ള രീതിയിൽ എഴുതി മേടിക്കുകയാണെങ്കിൽ അത്തരത്തിൽ എഴുതി മേടിച്ച് പൈസ തരാനുള്ള ആൾക്കാരെ ബിൽസ് റിസീവബിൾ എന്ന ഹെഡിലാണ് പെടുത്തുന്നത്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റോക്കാണ്. ഒരു സ്റ്റേഷനറി കടയിലുള്ള സ്റ്റോക്കിനെ നമുക്ക് കറണ്ട് അസറ്റായിട്ട് കണക്കാക്കാം. പിന്നെ ബാങ്കാണ്. ബാങ്കിൽ ആ സ്ഥാപനത്തിലെ പൈസ കിടപ്പുണ്ടെങ്കിൽ അതിനെയും കറണ്ട് അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫിക്സ്ഡ് അസറ്റിനെ കുറിച്ചാണ്. ഇവിടെ കറണ്ട് അസറ്റിൻ്റെ കേസിൽ ഒരു വർഷത്തിനുള്ളിൽ വാല്യൂ വ്യത്യസ്തപ്പെടുന്ന അസറ്റിനെ കറണ്ട് അസറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഫിക്സ്ഡ് അസറ്റിൻ്റെ കേസിൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു അസറ്റിൻ്റെ വാല്യൂവിൽ വ്യത്യസ്തതയൊന്നും വരുന്നില്ല എങ്കിൽ, അതായത് വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള അസറ്റിനെ നമുക്ക്
ഫിക്സ്ഡ് അസറ്റിൻ്റെ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ഉദാഹരണമായിട്ട് ഫർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ്, മിഷനറി. ഓക്കെ, ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഫിക്സ്ഡ് അസറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്ന അസറ്റുകൾ. ഓക്കെ, ഇത്രയുമാണ് അസറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ലയബിലിറ്റിയെ കുറിച്ചാണ്. ലയബിലിറ്റിയെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അതിൽ ഒന്നാമത്തത് കറണ്ട് ലയബിലിറ്റി, രണ്ടാമത്തത് ഫിക്സ്ഡ് ലയബിലിറ്റി. ഈ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ലയബിലിറ്റികളെ കറണ്ട് ലയബിലിറ്റികളെന്നും ഒരു വർഷത്തിനുള്ളിൽ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ലയബിലിറ്റികളെ ഫിക്സഡ് ലയബിലിറ്റി എന്നും പറയുന്നു. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ കറണ്ട് ലയബിലിറ്റി ആയിട്ട് പറയുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എന്നാൽ ഒരു സ്ഥാപനം ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ലയബിലിറ്റികളെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ലയബിലിറ്റി സാധാരണ ഉണ്ടാകാറുള്ളത് ഒരു സ്ഥാപനം ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ സാധനങ്ങൾ അല്ലെങ്കിൽ ഗുഡ്സോ അതേപോലെ തന്നെ റോ മെറ്റീരിയൽസോ ഇതൊക്കെ കടമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്നത്. രണ്ടാമത്തേത് ബിൽസ് പേബിൾ ആണ്. ക്രെഡിറ്റർമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു, പൈസ കൊടുക്കാനുള്ള വ്യക്തികളാണ്. ഇതേപോലെ പൈസ കൊടുക്കാനുള്ള വ്യക്തികൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ പൈസ തന്നോളാമെന്ന് ഒരു ഡോക്യുമെന്റിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലയബിലിറ്റികളെ ബിൽസ് പേബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും പറഞ്ഞ പോലെ തന്നെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആണിത്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് സാധാരണയായിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ്. സ്ഥിരമായിട്ട് അവരുമായിട്ട് ഇടപാടിലുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ അക്കൗണ്ടിൽ ഏതെങ്കിലും സമയത്ത് പൈസ ഇല്ലെങ്കിൽ അത്യാവശ്യത്തിന് വേണ്ട പൈസ വിഡ്രോ ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നു. അതായത് ഒരു ഷോർട്ട് ടൈം ലോൺ, അതാണ് ബാങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എല്ലാ സ്ഥാപനങ്ങൾക്കും ലഭിക്കില്ല. ബാങ്കുമായിട്ട് നല്ല രീതിയിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ബാങ്ക് ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഫിക്സഡ് ലയബിലിറ്റിയെ കുറിച്ചാണ്. ഫിക്സഡ് ലയബിലിറ്റിയിൽ ഒന്നാമത്തത് ബാങ്ക് ലോണാണ്. സാധാരണയായിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട്. അത് ലോങ് ടൈമിലായിരിക്കും, ഒരു വർഷത്തിൽ കൂടുതൽ എന്തായാലും ബാങ്ക് ലോണിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാകും. അത്തരത്തിലുള്ള ലയബിലിറ്റികളെയാണ് ബാങ്ക് ലോൺ എന്ന ഇതിൽ വരുന്നത്. ഓക്കെ, രണ്ടാമത് വന്നിരിക്കുന്നത് ക്യാപിറ്റലാണ്. നമ്മൾ പറഞ്ഞു, ഒരു ഓണർ സ്ഥാപനത്തിലോട്ട് മുടക്കുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത് ഒരു ലോങ് ടൈം ലയബിലിറ്റിയാണ്. എപ്പോഴാണോ സ്ഥാപനം നിർത്തുന്നത് അപ്പോൾ മാത്രമേ ആ മുടക്ക് മുതൽ ആ ഉടമയ്ക്ക് തിരിച്ചു കിട്ടുന്നുള്ളൂ. മൂന്നാമത്തത് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് കമ്പനികളാണ്. അവർക്ക് ഫണ്ട് ആവശ്യമായി വരുമ്പോൾ ഇത് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. പബ്ലിക് ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നു. അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിബഞ്ചേഴ്സ്. ഇത് കമ്പനി അക്കൗണ്ട്സിലാണ് കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഇത്രയുമാണ് പ്രധാനമായിട്ടും ലോങ് ടൈം ലയബിലിറ്റി, അതായത് ഫിക്സഡ് ലയബിലിറ്റിയുടെ കേസിൽ വരുന്നത്. ഓക്കെ, അടുത്ത എക്സ്പെൻസ് ആണ്. എക്സ്പെൻസുകളെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും. നിങ്ങൾ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എക്സ്പെൻസ് മാത്രം ഇവിടെ എഴുതിയത്. അപ്പോൾ ഇവിടെ റവന്യൂ എക്സ്പെൻസ് മാത്രമാണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഒരു സ്ഥാപനത്തിലുണ്ടാകുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ചിലവുകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിലെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നു, സ്ഥാപനത്തിൻ്റെ ഓഫീസ് കെട്ടിടത്തിന് റെൻറ്റ് കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റി ചാർജ് പേ ചെയ്യുന്നു, ഫോൺ ബില്ല് പേ ചെയ്യുന്നു. ഇതൊക്കെ ആ സ്ഥാപനം ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടുണ്ടാകുന്നത്. അത് ആ ബിസിനസ് നടന്നെങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിന് ഇൻകം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ റവന്യൂ ലഭിക്കുകയുള്ളൂ. അങ്ങനെ റവന്യൂ നേടാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന എക്സ്പെൻഡിച്ചറുകളെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള എക്സ്പെൻസാണ് സാലറി പെയ്ഡ്, കമ്മീഷൻ പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, ഫോൺ ബില്ല് പെയ്ഡ്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ വരുന്ന റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ബിൽഡിംഗ് പണിയുന്നതിന് ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഓക്കെ, ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന നേച്ചറിൽ വരുന്നതാണ്. ഓക്കെ, അടുത്തത് ഇൻകംസ് ആണ്. ഇൻകംസിനെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്, ക്യാപിറ്റൽ ഇൻകം എന്നും റവന്യൂ ഇൻകം എന്നും. ഓക്കെ, ഒരു സ്ഥാപനം അതിൻ്റെ ബിസിനസ് നടത്തി നേടുന്ന ഇൻകത്തിന് റവന്യൂ ഇൻകം എന്നും, ഒരു ഫിക്സ്ഡ് അസറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ വിറ്റ് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ഇൻകം എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട റവന്യൂ ഇൻകംസ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ റിസീവ്ഡ്, സെയിൽസ്, റെൻറ്റ് റിസീവ്ഡ് ഇവയൊക്കെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം സെയിൽസ് ആണ്. ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം സെയിൽസ് ആണ്. ഓക്കെ, ഈ 4 കാറ്റഗറിയിലാണ് ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ട്രാൻസാക്ഷനെ തരംതിരിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബേസിൽ നമുക്ക് എങ്ങനെയാണ് ജേണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നോക്കാം നമുക്ക്. അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ജേണലിനെ കുറിച്ചാണ്. ഇവിടെ ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ വിച്ച് transactions are recorded in the order in which they occur. അപ്പോൾ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി, അതായത് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ബുക്കാണ് ജേണൽ, അതായത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി. ഓക്കെ, ട്രാൻസാക്ഷൻസ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന സമയത്ത് തന്നെ ആ ഓർഡറിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബുക്കിന് പറയുന്ന പേരാണ് ജേണൽ. ഓക്കെ, ഇൻ വിച്ച് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ദ ഓർഡർ ഇൻ വിച്ച് ദേ ഒക്കർ, അതായത്
ട്രാൻസാക്ഷൻസ് അത് നടക്കുന്ന ഓർഡറിൽ തന്നെ ആദ്യം നടന്ന് ആദ്യം എഴുതുന്നു, അത് കഴിഞ്ഞിട്ടുള്ളത് തൊട്ടടുത്ത് എഴുതുന്നു, അങ്ങനെ ആ ഓർഡറിൽ തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ബുക്കിന് പറയുന്ന പേരാണ് ജേണൽ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിൽ അത് തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബുക്ക് കണ്ടെയ്നിങ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒറിജിനലി എൻറ്റേർഡ് അണ്ടർ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് ആദ്യം നടന്ന് ആദ്യം എഴുതുന്നു, അതിന് കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത് എഴുതുന്നു, അങ്ങനെ ക്രോണോളജിക്കൽ ഓർഡറിൽ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ പ്രൊസീജിയറായ റെക്കോർഡിംഗ് നടക്കുന്ന ബുക്കിന് പറയുന്ന പേരാണ് ജേണൽ. ഓക്കെ, പിന്നീട് പറയുന്നത് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ എ ജേണൽ ഈസ് ടേംഡ് ആസ് ജേണലൈസിങ്. അതായത് ഈ ജേണൽ ബുക്കിൽ ട്രാൻസാക്ഷൻസ് എഴുതുന്നതിന് പറയുന്ന പേരാണ് ജേണലൈസിങ്. ഓക്കെ, ആൻഡ് ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഓർ എൻറ്റേർഡ് ഇൻ ദ ജേണൽ ആർ കോൾഡ് ജേണൽ എൻട്രീസ്. അതായത് ഈ ജേണലിൽ എഴുതപ്പെടുന്ന ആ ട്രാൻസാക്ഷൻസിനെ അന്ന് പറയുന്ന പേര്, ആ ജേണൽ എഴുതുന്നതുകൊണ്ട് തന്നെ അതിന് പറയുന്ന പേര് ജേണൽ എൻട്രി എന്നാണ്. ഓക്കെ, ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, അതായത് LBARF, ഡെപ്റ്റർ എമൗണ്ട്, അതായത് ഡെബിറ്റ് എമൗണ്ട്, CR എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഓക്കെ, ഇത്രയും ഈ രീതിയിലാണ് ജേണൽ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു ബുക്കിനകത്ത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ജേണൽസ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഡേറ്റ് ഇവിടെ കൊടുക്കുന്നു, ആദ്യത്തെ ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിങ്ങിൻ്റെ രീതി അനുസരിച്ച് എഴുതുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്ര, ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്ര. ഓക്കെ, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ ഇനി അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ജേണൽ എഴുതുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, അതിനൊരു റൂളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അക്കൗണ്ടിനെ കുറിച്ചും ലെഡ്ജറിനെ കുറിച്ചും പറഞ്ഞതിന് ശേഷം പറയാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാകുന്നതാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് അക്കൗണ്ടിനെ കുറിച്ചാണ്. ഇവിടെ an account is defined as a formal record of all transactions relating to ചേഞ്ചസ് ഇൻ പർട്ടിക്കുലർ ഐറ്റം. പറയുന്നത് ഒരു പർട്ടിക്കുലർ ഐറ്റത്തിനുണ്ടാകുന്ന ചേഞ്ചസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോർമലായിട്ടുള്ള റെക്കോർഡാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ ഐറ്റം, അപ്പോൾ നമ്മളിവിടെ മുമ്പേ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുകയാണ്. അതിൽ രണ്ട് ആസ്പെക്റ്റിൻ്റെ കാര്യം പറഞ്ഞു, ക്യാപിറ്റലും ക്യാഷും. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് പർട്ടിക്കുലർ ഐറ്റമാണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റത്തിന് വേണ്ടിയിട്ടും നമ്മൾ ഈ പറയുന്ന അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് ക്യാഷിന് വേണ്ടിയിട്ടൊരു അക്കൗണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റലിന് വേണ്ടിയിട്ടൊരു അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചേഞ്ചസും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് അക്കൗണ്ട്. ഓക്കെ, അപ്പം ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിന് പ്രത്യേകം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കും, അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ ആസ്പെക്റ്റിന്, അതായത് ഓരോ ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാകുന്നു. ആ ആസ്പെക്റ്റുകളുടെ ചേഞ്ചസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന പേരാണ് അക്കൗണ്ട് എന്ന്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഇവിടെ പറയുന്നത് ഇൻ ഓർഡർ ടു ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് ഈച്ച് ഓഫ് ദീസ് ഐറ്റംസ് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആർ മെയ്ഡ്. ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് അക്കൗണ്ട്സ്. നമ്മൾ പറഞ്ഞു ഓരോ ഐറ്റത്തിനും, അതായത് ഓരോ ആസ്പെക്റ്റിനും, ഒരു ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന രണ്ട് ആസ്പെക്റ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഈ രണ്ട് ആസ്പെക്റ്റ് വീതം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള ആസ്പെക്റ്റ്, അതേപോലെ ഇത്തരത്തിലുള്ള ഐറ്റംസ്, ക്യാഷ്, ക്യാപിറ്റൽ, അതേപോലെ തന്നെ ഓരോരോ ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റാണിത്. ഡേറ്റ്, പർട്ടിക്കുലർ, ജേണൽ ഫോളിയോ, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലർ, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെബിറ്റ് സൈഡാണെന്ന് നമ്മൾ പറഞ്ഞു, റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റ് സൈഡാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ബുക്കിൽ ഇതേപോലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരച്ച് നമ്മൾ ക്യാഷിൻ്റെയും ക്യാപിറ്റലിൻ്റെയും കേസാണ് പറഞ്ഞത്. സപ്പോസ് അതിൻ്റെ മേളിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതി ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്നത് ക്യാഷ് ലെഡ്ജർ. ഓക്കെ, അപ്പം സിമിലർ നേച്ചറുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഒരു സ്ഥലത്ത് തന്നെ ഒന്നിച്ചെഴുതുന്നതിന് പറയുന്ന പേരാണ് ലെഡ്ജർ. അതായത് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്യാഷിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം പേജിൽ ക്യാഷ് അക്കൗണ്ട് വരച്ച് അതിൽ മാത്രം റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിനെ ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ക്യാപിറ്റലിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു പേജ് എടുത്ത് ഒരു ബുക്കിൽ അതിൽ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനെ ക്യാപിറ്റൽ ലെഡ്ജർ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെ സിമിലർ നേച്ചറുള്ള അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന പ്ലേസിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ലെഡ്ജർ. ഓക്കെ, അതിനെ ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയും. ഈ അക്കൗണ്ടിൽ
എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് അസറ്റും ക്യാപിറ്റൽ അക്കൗണ്ട് ലയബിലിറ്റിയുമാണ്. രണ്ടും രണ്ട് നേച്ചറിൽപ്പെട്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ രണ്ട് കാറ്റഗറി വേറെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻകോ എക്സ്പെൻസും, അതും വേറെ കാറ്റഗറിയാണ്. ഓക്കെ, അപ്പം ഇതിനെല്ലാം ഈ ഒരു മോഡലിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മോഡലിലുള്ള അക്കൗണ്ട് തന്നെയാണ് വരയ്ക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ഐറ്റത്തിനും റൂളുണ്ട്. ആ റൂളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ നോക്കാം റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകൾ 4 പറഞ്ഞു. ഓക്കെ, അതിൽ ഒന്നാമത്തെ അസറ്റ്, രണ്ടാമത്തെ ലയബിലിറ്റി, മൂന്നാമത്തെ എക്സ്പെൻസ്, നാലാമത്തെ ഇൻകം. ഓക്കെ, ഒരു സാമ്പത്തിക ഇടപാട് നടക്കുമ്പോൾ ഈ 4 ആസ്പെക്റ്റുകളിൽ ഏതെങ്കിലും 2 ആസ്പെക്റ്റ് ആ ട്രാൻസാക്ഷനകത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ സപ്പോസ് അസറ്റാണ് ഒരു ആസ്പെക്റ്റായിട്ട് വരുന്നതെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസറ്റ്, അപ്പോൾ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള അസറ്റ് ഉണ്ട്. ക്യാഷ്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്, അങ്ങനെ ഒരുപാട് അസറ്റ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഓക്കെ, അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അസറ്റ് കൂടുകയാണെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും അസറ്റ് കൂടുന്നുണ്ടെങ്കിൽ ആ കൂടുന്ന അസറ്റ് ഏതാണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേളിൽ കാണിച്ച പോലുള്ളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കണം ആ എമൗണ്ട് എഴുതുന്നത്. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും അസറ്റിൻ്റെ വാല്യൂ കൂടുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി തയ്യാറാക്കുന്ന ഇതേപോലുള്ള അക്കൗണ്ട്, സപ്പോസ് ക്യാഷിൻ്റെ കേസാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണമായിട്ട്. എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ ആ സ്ഥാപനത്തിലോട്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു, ആ സ്ഥാപനത്തിൻ്റെ ക്യാഷ് അസറ്റ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ കേസിൽ ഇത് ക്യാഷ് എന്ന പേര് എടുത്തു കഴിഞ്ഞാൽ ഇത് ക്യാഷ് അക്കൗണ്ടായി. ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും ആ എമൗണ്ട് എഴുതേണ്ടത്. അതായത് ആ 15,000 രൂപ, 15,000 റുപ്പീസ് ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇതാണ് ഒന്നാമത്തെ റൂള്. അസറ്റ് എന്തെങ്കിലും ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ആ അസറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കണം ആ എമൗണ്ട് എഴുതേണ്ടത്. സപ്പോസ് അസറ്റ് കുറയുകയാണെങ്കിൽ, എന്തെങ്കിലും ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് അസറ്റ് കുറയുന്നു, അങ്ങനെയുള്ള കേസ് സംഭവിക്കുകയാണെങ്കിൽ ഏത് അസറ്റാണോ കുറയുന്നത് അതിനുവേണ്ടി തയ്യാറാക്കുന്ന ഈ അക്കൗണ്ടിൽ, ഇതേപോലുള്ള അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കണം അതിൻ്റെ എമൗണ്ട് എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ റൂൾ. നെക്സ്റ്റ് ലയബിലിറ്റിയാണ്. ലയബിലിറ്റിയുടെ കേസിൽ ഈ അസറ്റിൻ്റെ റൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റൂള്. അതായത് ഒരു ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻക്രീസ് ചെയ്യുന്ന എമൗണ്ട് ഏത് ലയബിലിറ്റി ആണോ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്. സപ്പോസ് നമ്മൾ മുമ്പേ പറഞ്ഞ ഉദാഹരണം ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ കേസാണ്, ക്യാപിറ്റൽ ലയബിലിറ്റി എന്ന് പറഞ്ഞു. ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആ ഇൻക്രീസ് ചെയ്ത ലയബിലിറ്റി 15,000 രൂപയുടെ ലയബിലിറ്റിയാണ് ഇവിടെ ഇൻക്രീസ് ചെയ്ത് ആ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലായിരിക്കും എഴുതുന്നത്. അതായത് ആ സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു ആ ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട്. അപ്പോൾ ക്യാപിറ്റൽ ലയബിലിറ്റിയാണ് ആ ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ക്യാപിറ്റലിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും ആ എമൗണ്ട് എഴുതുന്നത്. അതാണ് ലയബിലിറ്റി റൂൾ. അതായത് ലയബിലിറ്റി റൂള് ലയബിലിറ്റി ഏത് തരത്തിൽപ്പെട്ട ലയബിലിറ്റി ആണെങ്കിലും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഡിക്രീസ് ചെയ്യുന്ന ലയബിലിറ്റി ഏതാണോ ആ ലയബിലിറ്റിയുടെ അക്കൗണ്ടിൽ അത് ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ആ എമൗണ്ട് എഴുതണം. ഓക്കെ, അടുത്തത് എക്സ്പെൻസിനെ കുറിച്ചാണ് നമുക്ക് നോക്കാം. ഇവിടെ എക്സ്പെൻസിൻ്റെ റൂള്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. അതായത് അസറ്റിൻ്റെ സെയിം റൂള് തന്നെയാണ് എക്സ്പെൻസിനും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാപനത്തിൽ പലതരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാകാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സാലറി പേ ചെയ്യുന്നു, കമ്മീഷൻ പേ ചെയ്യുന്നു, അതേപോലെ തന്നെ റെൻറ്റ് പേ ചെയ്യുന്നു. ഇതെല്ലാം എക്സ്പെൻസുകൾ കൂട്ടുന്ന ഐറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ സപ്പോസ് നമ്മൾ സാലറിയുടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, സാലറി പേ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സാലറി പേ ചെയ്യുന്ന സമയത്ത് സാലറിക്ക് വേണ്ടി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം സാലറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഇതേപോലത്തെ അക്കൗണ്ട്, ഇപ്പോൾ ഇതിന് സാലറി എന്ന് കൊടുത്താൽ സാലറി അക്കൗണ്ടായി. സാലറി കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ 5 ലക്ഷം രൂപ സാലറി കൊടുത്തെന്ന് വിചാരിക്കുക. ആ 5 ലക്ഷം രൂപ സാലറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലായിരിക്കും എഴുതേണ്ടത്. ഓക്കെ, അപ്പം സാലറി കൊടുക്കുക എന്ന് വെച്ചാൽ സ്ഥാപനത്തിൻ്റെ സാലറി എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് അർത്ഥം. സാലറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആ അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് എക്സ്പെൻസിൻ്റെ റൂള്. അടുത്തത് ഇൻകത്തിൻ്റെ റൂളാണ്. ഇൻകത്തിൻ്റെ റൂളും ലയബിലിറ്റിയുടെ റൂളും സെയിം ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക, ഇൻകം ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഇൻകങ്ങളിലൊന്നാണ് സെയിൽസ്. സപ്പോസ് ഒരു സ്ഥാപനത്തിൽ സെയിൽ നടന്നു, 10 ലക്ഷം രൂപയുടെ സെയിലാണ് നടന്നതെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ സെയിൽസ് ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അർത്ഥം, അതായത് സെയിലിലൂടെ വരുമാനം കൂടി. ഓക്കെ, ആ സെയിൽസിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സപ്പോസ് ഇതാണ് ഇത് സെയിൽസ് അക്കൗണ്ടാണെന്ന് വിചാരിക്കുക. ഇത് സെയിൽ എന്ന് എഴുതിയാൽ സെയിൽ അക്കൗണ്ടായി. ആ ഇൻക്രീസ് ചെയ്ത എമൗണ്ട് എത്ര രൂപയുടെ സെയിലാണ് നടന്നത് ആ എമൗണ്ട് ആ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇതാണ് അക്കൗണ്ടൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 4 റൂൾസ്. ഈ റൂൾസ് നിങ്ങൾ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ
പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റൂൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ജേണൽ എൻട്രി എഴുതാം. ഓക്കെ, ആ ജേണൽ എൻട്രി എഴുതി അതിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ കുറച്ച് ട്രാൻസാക്ഷൻസ് പരിചയപ്പെടുകയാണ്. ഇത് 2017 മാർച്ച് 1 മുതൽ 31 വരെ ഒരു സ്ഥാപനത്തിൽ നടന്ന ധനകാര്യ ഇടപാടുകളാണ്. അതിൽ ഒന്നാമത്തത് അമീൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് 10,000 rupees. അതായത് അമീൻ എന്ന വ്യക്തി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ആ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 10,000 rupees ആണ്, 10,000 രൂപ. ഓക്കെ, അപ്പം അമീനിൻ്റെ സ്ഥാപനത്തിലെ അക്കൗണ്ടൻറ്റ് ആ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ എന്നാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് ഒരു അക്കൗണ്ടൻറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ആസ്പെക്റ്റ് ഒന്ന് പറഞ്ഞു. ഒന്ന് ക്യാഷാണ്, 10,000 രൂപയുടെ ക്യാഷ് ആ സ്ഥാപനത്തിലോട്ട് വരുന്നു. അറ്റ് ദ സെയിം ടൈം ആ സ്ഥാപനത്തിന് അമീൻ എന്ന ഓണറോട് ഒരു ലയബിലിറ്റി ഉണ്ടാകണം, ക്യാപിറ്റൽ ലയബിലിറ്റി ഉണ്ടാകണം. ഓക്കെ, അപ്പം 2 ആസ്പെക്റ്റ്, ഒന്ന് ക്യാപിറ്റലും ഒന്ന് ക്യാഷുമാണ്, ഒന്ന് അസറ്റും ഒന്ന് ലയബിലിറ്റിയുമാണ്. ഓക്കെ, ഇത് എങ്ങനെയാണ് ജേണലൈസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ജേണൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ജേണൽ എൻട്രി എഴുതുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 2 ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞു. ഒന്ന് ക്യാപിറ്റലാണ്, ഒന്ന് ക്യാഷ്. അതായത് ഒരെണ്ണം അസറ്റും ഒരെണ്ണം ലയബിലിറ്റിയുമാണ്. ഓക്കെ, അപ്പം അസറ്റിൻ്റെ റൂൾ ഇവിടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അസറ്റിൻ്റെ റൂൾ ഇവിടെ അസറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് ഏത് അസറ്റാണോ ഇൻക്രീസ് ചെയ്യുന്നത് ആ അസറ്റിൻ്റെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ റൂള്. അപ്പോൾ ഇവിടെ ഈ കേസിൽ ക്യാഷ് ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അസറ്റാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇതേപോലത്തെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ റൂൾ പ്രകാരം പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലയബിലിറ്റിയാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ്. ലയബിലിറ്റിയുടെ റൂൾ അനുസരിച്ച് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. ലയബിലിറ്റി ക്യാപിറ്റൽ ലയബിലിറ്റി എന്ന ലയബിലിറ്റി ആ സ്ഥാപനത്തിന് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലയബിലിറ്റിയുടെ റൂൾ പ്രകാരം ലയബിലിറ്റി ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഒരു ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് 2 ആസ്പെക്റ്റ്, ഒന്ന് അസറ്റ് ഒന്ന് ലയബിലിറ്റി. അസറ്റിൻ്റെ റൂൾ പ്രകാരം അസറ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ, അതുകൊണ്ട് ഡെബിറ്റ് ചെയ്യണം ആ അക്കൗണ്ടിൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മളത് ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അടുത്ത ആസ്പെക്ട് ലയബിലിറ്റിയാണ്. ലയബിലിറ്റിയും ഇവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ലയബിലിറ്റിയുടെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ്. അപ്പോൾ ലയബിലിറ്റിക്ക് വേണ്ടി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിലും അത് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എന്താണ് ലെഡ്ജർ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഈ 2 ആസ്പെക്റ്റ് ലെഡ്ജർ അക്കൗണ്ടിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ജേണലിനകത്ത് എഴുതേണ്ടത്. അതായത് അസറ്റ് അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് ആ എമൗണ്ട് എഴുതാൻ പോകുന്നത്, അതായത് ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ. അതേപോലെ തന്നെ ലയബിലിറ്റി അക്കൗണ്ടിൻ്റെ ഏത് സൈഡിലാണ് ആ എമൗണ്ട് എഴുതാൻ പോകുന്നത്, അത് ഡെബിറ്റ് സൈഡിലാണോ ക്രെഡിറ്റ് സൈഡിലാണോ. ഓക്കെ, ഈ റൂൾ പ്രകാരം എവിടെയാണ് അത് എഴുതാൻ പോകുന്നതെന്നാണ് നമ്മൾ ജേണലിനകത്ത് എഴുതി കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇപ്പോൾ ഇവിടെ ഈ ട്രാൻസാക്ഷൻ പ്രകാരം ക്യാഷ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് എമൗണ്ട് വരേണ്ടത്, ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് എമൗണ്ട് വരേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. അത് ഇവിടെ ജേണലിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത്, ഇപ്പോൾ ജേണലിൻ്റെ ആദ്യം എഴുതേണ്ടത് ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ അതിൻ്റെ ഡെബിറ്റ് ആസ്പെക്ട്, ഡെബിറ്റ് ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടിലാണ് എന്നാണ് ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞാണ് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റം എഴുതേണ്ടത്. ഇത് എഴുതുന്ന ഫോർമാറ്റ് ഇങ്ങനെയാണ്. ആദ്യം ക്യാഷ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് അക്കൗണ്ടിൽ അക്കൗണ്ട് A/C ആണ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിന് വരെ നമ്മൾ DR എന്ന് വിളിക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ അർത്ഥം ക്യാഷ് അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ആ എമൗണ്ട് ഡെബിറ്റിൻ്റെ കോളം ഇവിടെ ഉണ്ട്. ആ എമൗണ്ടായ നമുക്കിവിടെ തന്നിരിക്കുന്നത് 10,000 രൂപയാണ്. 10,000 rupees എമൗണ്ട് കൊടുത്ത് എഴുതുക. ഓക്കെ, ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് CR എന്ന് കൊടുക്കുക. എന്നിട്ട് ക്രെഡിറ്റ് എമൗണ്ട് എഴുതുന്നതിൻ്റെ കോളത്തിൽ ആ എമൗണ്ട് എഴുതുക. ഓക്കെ, അപ്പം ഏത് ട്രാൻസാക്ഷൻ നടന്നാലും ആദ്യം നമ്മൾ എഴുതേണ്ടത് ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ആസ്പെക്റ്റ് വരുന്നത്. അതായത് 2 ആസ്പെക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൽ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഏതാണ് അതിൻ്റെ പേരായിരിക്കണം ആദ്യം എഴുതേണ്ടത്. അതേപോലെ തന്നെ ആ ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് ക്രെഡിറ്റ് വരുന്ന അക്കൗണ്ടിൻ്റെ പേരായിരിക്കണം നമ്മൾ താഴെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ സാധാരണ ഇത് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഒരു 2 കൊടുക്കാറുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, എന്നാണ് ഇതിൻ്റെ സാധാരണ നമ്മൾ ജേണൽ എൻട്രി പറയാറ്. ഓക്കെ, അപ്പം ഇതാണ് ജേണൽ എൻട്രി എഴുതുന്ന രീതി. ഇതിനുശേഷം നമുക്കൊരു നരേഷൻ എഴുതാം. ബിസിനസ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നരേഷൻ എഴുതാം. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് അണ്ടർലൈൻ ചെയ്ത് നിർത്തുക. ഓക്കെ, ഇതാണൊരു ജേണൽ എൻട്രി. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്, ഇതിൽ നിന്നാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ ഐറ്റംസ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്. 1 മാർച്ച് 2017 ക്യാഷ് അക്കൗണ്ടിൽ 10,000 രൂപ ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 10,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ പ്രൈമറി ബുക്ക്, അതായത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിൽ എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്ന് വേണം നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. നമുക്ക് നോക്കാം. ഇവിടെ ലെഡ്ജർ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഇതാണ് ലെഡ്ജർ അക്കൗണ്ട് ഫോർമാറ്റ്. ഞാനിത് ആദ്യത്തെ അക്കൗണ്ടിൻ്റെ പേര് ക്യാഷ് എന്ന് കൊടുക്കുകയാണ്.
ഇപ്പോൾ ഇത് ക്യാഷ് അക്കൗണ്ടായി. ഓക്കെ, ഇപ്പോൾ ക്യാഷിൻ്റെ ലെഡ്ജറാണിത്. ക്യാഷായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ ആ ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്. ഞാൻ അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ആ ജേണൽസ് നോക്കി, അതായത് ഇതാണ് ജേണൽ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക, 1 മാർച്ച് 2017 ക്യാഷ് അക്കൗണ്ടിൽ 10,000 രൂപ ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ക്യാഷ് അക്കൗണ്ട്. അപ്പം ഡേറ്റ് ഇതാണ് 1 മാർച്ച് 2017. അപ്പം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഇതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എമൗണ്ടായ 10,000 രൂപ ഡെബിറ്റ് ചെയ്യുന്നു. ജേണൽ എൻട്രി പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ്. അതായത് മാർച്ച് 1, 2017 ക്യാഷ് അക്കൗണ്ടിൽ 10,000 രൂപ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ മാർച്ച് 1, 2017 ഇവിടെ കൊടുത്തിട്ട് ഇവിടെ 10,000 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ പറഞ്ഞത് ആ ഡേറ്റിൽ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 10,000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ ഡേറ്റിൽ തന്നെ മാർച്ച് 1, 2017 എന്ന് എഴുതിയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ 10,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ക്യാഷ് അക്കൗണ്ടിൽ 10,000 രൂപ ഡെബിറ്റ് ചെയ്തു. അതാണ് പറഞ്ഞത്, ക്യാഷ് അക്കൗണ്ടിൽ 10,000 രൂപ ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ 10,000 രൂപ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ രണ്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിവിടെ എഴുതുന്ന കാര്യമാണ് ഇനി കൺഫ്യൂഷൻ വരാതെ നോക്കേണ്ടത്. ഓക്കെ, അപ്പം ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ എന്നും ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എഴുതേണ്ടത് ക്യാഷ് എന്നുമാണ്. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷൻ്റെ 2 ആസ്പെക്റ്റ് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് 2 അക്കൗണ്ട്സിൽ അതിൻ്റെ എഫക്റ്റ് കാണിക്കണം. അപ്പോൾ ഇവിടെ തന്നെ നോക്കുക, ക്യാഷ് അക്കൗണ്ടിൽ 10,000 കാണിച്ചു, ക്യാപിറ്റൽ അക്കൗണ്ടിൽ 10,000 രൂപ കാണിച്ചു. ഓക്കെ, ഒരു ട്രാൻസാക്ഷൻ്റെ എഫക്റ്റ് 2 അക്കൗണ്ടിൽ ഒരേ എമൗണ്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ട്രാൻസാക്ഷൻ്റെ 2 ആസ്പെക്റ്റ് എഴുതുന്ന സമയത്ത്, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് വന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എഴുതിയ പേര്, ആ ഡേറ്റിൽ എഴുതിയ പേര്, ആ ട്രാൻസാക്ഷൻ്റെ ക്രെഡിറ്റ് ആസ്പെക്റ്റ് വരുന്ന അക്കൗണ്ടിൻ്റെ പേര് എന്താണോ, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് അതിൻ്റെ ക്രെഡിറ്റ് ആസ്പെക്റ്റ് വരുന്നത്, അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഈ 10,000 രൂപ ഏത് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അതായത് ക്യാഷ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് 10,000 രൂപ ക്രെഡിറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിലാണ് ഈ എമൗണ്ട് കൃത്യമായിട്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജേണൽ നോക്കിയിട്ട് നമ്മൾ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് ജേണൽ എൻട്രി തന്നെ ഉണ്ടാകുന്നത്. അതായത് എന്താണോ ലെഡ്ജറിൽ ചെയ്യുന്നത് അതാണ് ജേണലിൽ നമ്മൾ എഴുതുന്നത്. അതായത് ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു, അതാണ് നമ്മൾ ഫസ്റ്റിലെ ജേണൽ എൻട്രിയുടെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ ട്രാൻസാക്ഷനായിട്ട് ജേണൽ എഴുതി ലെഡ്ജർ എഴുതി പോസ്റ്റ് ചെയ്യാം. നോക്കാം. അടുത്ത ട്രാൻസാക്ഷൻ 2-ാം തീയതിയാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് ₹2,000. അതായത് 2,000 രൂപ കൊടുത്ത് ആ സ്ഥാപനത്തിന് ആവശ്യമായ ഒരു ഫർണിച്ചർ മേടിച്ചു. ഓക്കെ, അപ്പോൾ ഫർണിച്ചർ അസറ്റിൻ്റെ കാറ്റഗറിയിൽ ഫിക്സ്ഡ് അസറ്റാണ്. അതായത് 1 വർഷത്തിൽ കൂടുതൽ അസറ്റിൻ്റെ വാല്യൂ സ്ഥിരമായിട്ടിരിക്കുന്ന അസറ്റിൻ്റെ കാറ്റഗറി പെടുന്ന ഐറ്റമാണ്, ഫിക്സ്ഡ് അസറ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊരു സ്ഥാപനത്തിൻ്റെ ആസ്തിയാണിത്. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെ വരും നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ജേണൽ എൻട്രിയിൽ 2 മാർച്ച് 2017 ഞാൻ ഡേറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2,000 രൂപ കൊടുത്തിട്ട് ഒരു ഫർണിച്ചർ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിന് ഫർണിച്ചർ ഒരു ആസ്തി എന്ന് പറയുന്ന ഒരു അസറ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫർണിച്ചർ എന്നൊരു അസറ്റ് അവിടെ കൂടുകയാണ്. അവിടെ ഒരു പുതിയ അസറ്റ് അവിടെ ആ സ്ഥാപനത്തോട് വന്നു. അപ്പോൾ ഫർണിച്ചർ എന്നൊരു അസറ്റ് അവിടെ ഉണ്ടായി, അതിൻ്റെ വാല്യൂ കൂടി. അപ്പോൾ അതിന് പകരമായിട്ട് സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത് ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റാണ്. 2,000 രൂപ ക്യാഷ് കൊടുത്തിട്ടാണ് ഈ ഫർണിച്ചർ മേടിച്ചിരിക്കുന്നത്. അപ്പം ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായപ്പോൾ ഒരു അസറ്റ് കൂടുകയും ഒരു അസറ്റ് കുറയുകയും ചെയ്തു. ഓക്കെ, അപ്പം 2 അസറ്റാണ് ഈ ട്രാൻസാക്ഷൻ്റെ 2 ആസ്പെക്റ്റ്. അപ്പം അസറ്റ് കൂടിയാൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണമെന്നും അസറ്റ് കുറഞ്ഞാൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ കൂടിയ അസറ്റ് ഫർണിച്ചർ അസറ്റാണ്. അപ്പോൾ ഫർണിച്ചറിന് വേണ്ടിയിട്ട് പ്രത്യേക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, ആ അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ കുറഞ്ഞ അസറ്റ് ക്യാഷ് അസറ്റാണ്, ക്യാഷ് അസറ്റിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മൾ ആദ്യം ജേണൽ എൻട്രിയിൽ എഴുതേണ്ടത് ഡെബിറ്റ് ചെയ്യേണ്ടത് ഏത് ആസ്പെക്റ്റ് ആണെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ, അതായത് ഫർണിച്ചറിൻ്റെ വാല്യൂ ആണ് കൂടുന്നത്, അതുകൊണ്ട് ഫർണിച്ചർ അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ടത്? ക്യാഷ് അക്കൗണ്ട്. അതുകൊണ്ട് ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. എന്തുകൊണ്ടെന്നാൽ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന 2,000 രൂപ കൊടുത്തിട്ടാണ് ഫർണിച്ചർ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ക്യാഷ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു, ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ കൂടി. ഓക്കെ, അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ ആ എമൗണ്ടായ 2,000 രൂപ എഴുതുക. ഓക്കെ, ക്യാഷ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു, അതുകൊണ്ട് ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിൽ ആ എമൗണ്ട് കുറഞ്ഞ എമൗണ്ട് കാണിക്കുക. ഓക്കെ, അപ്പം
2000 രൂപ ഡെബിറ്റും 2000 രൂപ ക്രെഡിറ്റും ചെയ്തു. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നരേഷനായിട്ട് പർച്ചേസ്ഡ് ഫർണിച്ചർ എന്നാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണമെന്നും ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വരയ്ക്കേണ്ട കാര്യമില്ല. അതിൽ തന്നെ ആയിരിക്കണം ആ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഐറ്റത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഇവിടെ നമ്മൾ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പേര് ഫർണിച്ചർ അക്കൗണ്ട് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി പ്രകാരം ഫർണിച്ചർ അക്കൗണ്ടിൽ ആ എമൗണ്ട് 2000 രൂപ ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫർണിച്ചർ അക്കൗണ്ടിൽ 2 മാർച്ച് 2017 എന്ന് എഴുതിയിട്ട് ഓക്കെ ഫർണിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എമൗണ്ട് 2000 രൂപ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ പേര് നമ്മൾ പറഞ്ഞു ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ആ അക്കൗണ്ടിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്, ക്യാഷ്. ഓക്കെ, ക്യാഷ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 2 മാർച്ച് 2017 എന്ന് എഴുതി ഫർണിച്ചർ എന്ന് എഴുതി. ഫർണിച്ചർ അക്കൗണ്ടിലാണ് ഇവിടെ എമൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ഫർണിച്ചർ എന്ന് എഴുതിയിട്ട് ആ 2000 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷിൻ്റെ വാല്യൂ കുറയുകയാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ഡേറ്റിൽ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻ, അതായത് 3-ാം തീയതിയിൽ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 4500. ഓക്കെ, അപ്പോൾ ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ നമ്മൾ പറഞ്ഞു ഓൾറെഡി. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഒരു ആസ്തി കൂടി, അതുകൊണ്ട് നമ്മൾ ഫർണിച്ചറിന് വേണ്ടി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അതനുസരിച്ച് നമ്മൾ ജേണൽ എൻട്രി എഴുതി ലെഡ്ജർ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, അതായത് ഇതൊരു ട്രേഡറിൻ്റെ, അതായത് സാധനങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് അത് വിറ്റ് ലാഭം ഉണ്ടാക്കി ബിസിനസ് നടത്തുന്ന ഒരു ട്രേഡറുടെ അക്കൗണ്ട്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗുഡ്സ് പർച്ചേസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു സപ്പോസ് ഒരു സ്റ്റേഷനറി കടയെന്ന് വിചാരിക്കുക. ഈ ഗുഡ്സ് പർച്ചേസ്ഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ സ്റ്റേഷനറി കടയിൽ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അരി, മണ്ണെണ്ണ, പഞ്ചസാര, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഈ ഗുഡ്സ് പർച്ചേസിനകത്ത് വരും. അതുകൊണ്ട് ഇതിനെ ആ സ്റ്റേഷനറി കടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെൻസിൽ, റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഒന്നായ പർച്ചേസ് എന്ന ഹെഡിലായിരിക്കും നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ലെഡ്ജർ പ്രത്യേകം ഉണ്ടാവും. അത് നമ്മൾ അസറ്റായിട്ട് തന്നെ വരും. അത് നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് വിശദമായിട്ട് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് വരികയാണെങ്കിൽ നമ്മളത് ഓർത്തിരിക്കുക. ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ എക്സ്പെൻസ് ആയിട്ട്, അതായത് പർച്ചേസ് അക്കൗണ്ടിലായിരിക്കും എടുക്കുന്നത്. ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ എക്സ്പെൻസ്, പർച്ചേസ് എന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, അപ്പോൾ ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കയ്യിലുള്ള ക്യാഷ് കുറയുന്നു, പർച്ചേസ് എന്ന എക്സ്പെൻസ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പം ഇവിടെ റൂൾ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൂടിയാൽ ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അസറ്റ് കൂടിയാൽ ഡെബിറ്റും അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റുമാണ്. അതുകൊണ്ട് ഇവിടെ എക്സ്പെൻസ് കൂടുന്നു, അതുകൊണ്ട് അത് ഈ പർച്ചേസ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണ് കൂടുന്നത്. പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിൽ ഡെബിറ്റ് സൈഡിൽ ഈ എമൗണ്ട് എഴുതുക. അതേപോലെ തന്നെ ക്യാഷ് അക്കൗണ്ട്, ഇവിടെ ക്യാഷ് അസറ്റ് കുറയുകയാണ്, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് എഴുതാമെന്ന് നോക്കാം. ഇവിടെ ജേണലിൽ 3 മാർച്ച് 2017 എന്ന് എഴുതിയിട്ട് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് പർച്ചേസ് എക്സ്പെൻസിൻ്റെ റൂൾ വെച്ചിട്ടാണ്. നിങ്ങൾ ആ റൂൾ നോക്കുക. എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്ത ഡെബിറ്റും എക്സ്പെൻസസ് ഡിക്രീസ് ചെയ്ത ക്രെഡിറ്റുമാണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ അതിൻ്റെ എമൗണ്ടായ 4500 രൂപ ഡെബിറ്റ് ചെയ്യുന്നു ടു ക്യാഷ്. ക്യാഷാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപനം പേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അസറ്റ് സ്ഥാപനത്തിൻ്റെ കുറയുകയാണ്. അതുകൊണ്ട് അസറ്റ് കുറയുമ്പോൾ അസറ്റ് കുറയുന്ന ഏതാണോ ആ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അസറ്റ് കുറയുന്നതുകൊണ്ട് ക്യാഷിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ക്രെഡിറ്റിൻ്റെ എമൗണ്ട് കോളത്തിൽ ആ 4500 രൂപ കാണിക്കുക. ഓക്കെ, ഇവിടെ നരേഷനായിട്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഓക്കെ, ഇതിനുശേഷം ഇത് വെച്ചിട്ട് നമ്മൾ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ 2 ആസ്പെക്റ്റിൽ പർച്ചേസ് ആണ് ഒരു ആസ്പെക്റ്റ്, ക്യാഷ് ആണ് ഒരു ആസ്പെക്റ്റ്. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ വരച്ചിട്ടുണ്ട്, പർച്ചേസ് അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ വരയ്ക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ട്, ഇവിടെ പർച്ചേസ് എന്ന പേര് കൊടുക്കുകയാണ്, പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഇതാണ്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ 3 മാർച്ച് 2017 എന്ന് എഴുതി. ആ എമൗണ്ട്, അതായത് ക്യാഷ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് വരുന്നത്, അതുകൊണ്ട് ഇവിടെ ക്യാഷ് എന്ന് എഴുതി 4500 രൂപ ഡെബിറ്റ് ചെയ്തു. ഇനി ക്യാഷ് അക്കൗണ്ടിലാണ് ഇതിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ
3 മാർച്ച് എന്ന് എഴുതി 2017. പർച്ചേസ് എന്ന് എഴുതി, പർച്ചേസ് അക്കൗണ്ടിലായിരുന്നു ഡെബിറ്റ് വന്നിരുന്നത്, അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് പർച്ചേസ് എന്ന് എഴുതി ആ 4500 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ജേണൽ എൻട്രി പ്രകാരം പറഞ്ഞിരുന്ന ഇത് തന്നെയാണ്. നോക്കുക, പർച്ചേസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു, ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ ഓൺ ക്രെഡിറ്റ് 4200. അതായത് ഗുഡ്സ് തന്നെയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ക്യാഷിനല്ല, കടത്തിനാണ്. ജോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോണിനോടൊരു ബാധ്യത ഈ സ്ഥാപനത്തിൽ ഉണ്ടാകുകയാണ്. 4200 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്തു, പക്ഷേ ക്യാഷ് കൊടുത്തല്ലാത്തത് കൊണ്ട് ഇതൊരു ബാധ്യതയാണ്. അപ്പോൾ ജോൺ എന്ന ക്രെഡിറ്റർ അവിടെ ഉണ്ടായി. അപ്പം ശ്രദ്ധിക്കേണ്ടത്, പർച്ചേസ് എക്സ്പെൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ജോൺ എന്നൊരു ലയബിലിറ്റി ആ ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായി. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് ആസ്പെക്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒന്ന് പർച്ചേസ്, എക്സ്പെൻസ് ആയ പർച്ചേസ്. ഓക്കെ, അതേപോലെ തന്നെ ജോൺ എന്ന വ്യക്തിക്ക് പൈസ കൊടുക്കേണ്ട ഒരു ബാധ്യത സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ലയബിലിറ്റിയാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എക്സ്പെൻസ് കൂടിയതുകൊണ്ട് എക്സ്പെൻസ് അക്കൗണ്ടിലായ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അതായത് പർച്ചേസ് അക്കൗണ്ടിൽ ഈ സെയിം എമൗണ്ട് 4200 രൂപ ഡെബിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജോണിന് പൈസ കൊടുക്കാനുള്ള ഒരു ബാധ്യത ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ജോണിന് വേണ്ടിയിട്ട് ക്രെഡിറ്ററുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ജോണിൻ്റെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ജോൺ ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താലുള്ള റൂള് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലയബിലിറ്റി ഇവിടെ കൂടിയിരിക്കുകയാണ് ഈ ട്രാൻസാക്ഷൻ്റെ ഫലമായിട്ട്. അപ്പോൾ ജോണിൻ്റെ അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ജോൺ എന്നാണ്. ഓക്കെ, ഇവിടെ 4 മാർച്ച് 2017 എന്ന് എഴുതി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, അതായത് 4200 രൂപ ഡെബിറ്റ് ചെയ്തു, ഡെബിറ്റ് എമൗണ്ട് കൊടുത്ത് എഴുതി ടു ജോൺ അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, ജോൺ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ 4200 ക്രെഡിറ്റ് ചെയ്യുന്നു. നറേഷനായിട്ട് നമുക്ക് എഴുതാം പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഓക്കെ, 4200 രൂപ എഴുതുന്നു. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മളിനി ലെഡ്ജർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പർച്ചേസിൻ്റെ അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ പർച്ചേസ് അക്കൗണ്ടിലാണ് ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് ചെയ്യേണ്ടത് ജോൺ അക്കൗണ്ടിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 മാർച്ച് 2017 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി പ്രകാരം പർച്ചേസ് അക്കൗണ്ടിലാണ് എമൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ എമൗണ്ട് ഡെബിറ്റ് ചെയ്യാൻ പോവുകയാണ്. ജോൺ എന്ന് എഴുതി, ജോൺ അക്കൗണ്ടിലാണ് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ജോൺ അക്കൗണ്ട് എന്ന് എഴുതി 4200 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ജോൺ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ പുതിയൊരു അക്കൗണ്ടാണ്, ജോൺ എന്ന് എഴുതി, ജോൺ അക്കൗണ്ട് എന്ന് എഴുതി ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 മാർച്ച് 2017 എന്ന് എഴുതി ഇവിടെ പർച്ചേസ് 4200 രൂപ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 5000 എന്നാണ് തന്നിരിക്കുന്നത്. അതായത് ഗുഡ്സ്, നമ്മൾ ഈ പർച്ചേസ് ചെയ്ത ഗുഡ്സ് വിറ്റു. അപ്പോൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് നമ്മൾ പർച്ചേസ് എന്ന എക്സ്പെൻസ് ആയിട്ട് കാണിക്കുമ്പോൾ ഈ ഗുഡ്സ് വിൽക്കുമ്പോൾ അതിന് സെയിൽ, അത് ആ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഇൻകങ്ങളിലൊന്നാണ് സെയിൽ. ഓക്കെ, നമ്മളത് ഐറ്റംസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ സെയിൽ ഇൻകമാണ്. അപ്പോൾ ഗുഡ്സ് ക്യാഷിന് വിറ്റു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ട്രേഡർ അയാളുടെ ഗുഡ്സ് മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാപനത്തിലോട്ട് ക്യാഷ് വരുന്നു, അദ്ദേഹത്തിൻ്റെ ഇൻകമായ സെയിൽ നടക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെയ്യേണ്ടത് ഇപ്പോൾ അസറ്റ് കൂടുകയാണ് ചെയ്യുന്നത്, ക്യാഷ് അസറ്റ് കൂടുന്നു, അതേപോലെ തന്നെ സെയിൽ എന്ന് പറഞ്ഞ ഇൻകം അവിടെ ഉണ്ടാകുകയും ചെയ്യും. അസറ്റ് കൂടുന്നതുകൊണ്ട് ഇവിടെ അസറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം, അതായത് ക്യാഷ് അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, സെയിൽ എന്ന് പറഞ്ഞ ഇൻകം കൂടുന്നതുകൊണ്ട് അത് ഇൻകം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകത്തിൻ്റെ റൂള് ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ജേണൽ എൻട്രി എഴുതാം. അപ്പോൾ ഇവിടെ 5 മാർച്ച് എന്ന് എഴുതി 2017 ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, അതായത് ക്യാഷ് അസറ്റ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന സെയിൽ നടക്കുമ്പോൾ, അതായത് 5000 രൂപയുടെ ക്യാഷ് അസറ്റാണ് ഇൻക്രീസ് ചെയ്തത്, 5000 രൂപയുടെ സെയിൽ നടന്നു. ഓക്കെ, അതേപോലെ തന്നെ സെയിൽ ഇൻകമാണ് ഒരു ട്രേഡറുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളൊന്നാണ് സെയിൽ. അതുകൊണ്ട് ഇൻകം ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് സെയിൽസ് അക്കൗണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ നറേഷനായിട്ട് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഇനി ഇത് നോക്കി നമുക്ക് ലെഡ്ജറിൽ ഇത് പോസ്റ്റ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ 5 മാർച്ച് 2017 എന്ന് എഴുതി ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണ്, സെയിൽ നടന്നാണ് ക്യാഷ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെയിൽ എന്ന് ഡെബിറ്റ് സൈഡിൽ എഴുതി 5000 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി സെയിൽ അക്കൗണ്ടിൽ നമ്മൾ ഈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതി ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സെയിൽ അക്കൗണ്ട് നമ്മൾ ഇതുവരെയായിട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് അക്കൗണ്ട് സെയിൽ എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്.
സെയിൽസ് അക്കൗണ്ട് 6 മാർച്ച് 2017 എന്ന് എഴുതി ക്യാഷ് എന്ന് എഴുതി 5000 രൂപ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ക്യാഷ് അക്കൗണ്ടിൽ 5000 രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡേറ്റിൽ, അതുകൊണ്ടാണ് സെയിൽസ് അക്കൗണ്ടിൽ ക്യാഷ് എന്ന് എഴുതി 5000 രൂപ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് സോൾഡ് ഗുഡ്സ് ടു ജോസ് ഓൺ ക്രെഡിറ്റ്, അതായത് ജോസിന് സാധനങ്ങൾ കടത്തിന് വിറ്റു. അതായത് ജോസ് ഈ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, പക്ഷേ കടമായിട്ടാണ്, കാശ് കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പം ജോസ് ഈ സ്ഥാപനത്തിന് പൈസ കൊടുക്കാനുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിൻ്റെ പൈസ മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു അസറ്റാണ്. സ്ഥാപനത്തിൻ്റെ പൈസ മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നു, അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ളത് ഒരു അസറ്റാണ്. അപ്പോൾ ഈ ജോസിനെ ഡെപ്റ്റർ എന്ന കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ഓക്കെ, അപ്പം സെയിൽ നടന്നു, പക്ഷേ കാശ് കിട്ടില്ലെന്നേ ഉള്ളൂ. ഡെപ്റ്റർ എന്നൊരു അസറ്റാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എൻട്രി മുമ്പത്തെ ട്രാൻസാക്ഷനെ പോലെ തന്നെ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ ആയിരുന്നു വന്നത്, അതിന് പകരം ഇവിടെ ജോസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ വരും. ക്യാഷിന് പകരം ജോസ് എന്ന ഡെപ്റ്റർ എന്ന അസറ്റാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എൻട്രി ജോസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ, സെയിൽസ് ഇൻകം ഇൻക്രീസ് ചെയ്യുകയാണ്, അതുകൊണ്ടാണ് ക്രെഡിറ്റ് വരുന്നത്. 6000 രൂപയാണ് അതിൻ്റെ എമൗണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ജേണൽ എൻട്രിയിൽ 6 മാർച്ച് എന്ന് എഴുതി 2017 ജോസ് അക്കൗണ്ട് ഡെറ്റർ, അതായത് ജോസിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്, അതുകൊണ്ട് ജോസ് എന്ന ഡെപ്റ്റർ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്യാഷിന് പകരം മുമ്പത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് ആയിരുന്നു, അതിന് വരെ ഇവിടെ ജോസ് ആയി. ഓക്കെ, അപ്പോൾ ജോസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ, ഇവിടെ സെയിൽ തന്നെയാണ് നടക്കുന്നത്, സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, എൻ്റെ എമൗണ്ട് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 6000 രൂപ ഡെബിറ്റ് കോളത്തിലും 6000 രൂപ ക്രെഡിറ്റ് കോളത്തിലും നമ്മൾ എഴുതുക. ഓക്കെ, എൻ്റെ നറേഷനായിട്ട് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഓക്കെ, ഇതിൻ്റെ ബേസിൽ നമ്മൾ ഇനി ലെഡ്ജർ ഇത് പോസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ജോസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ് ജേണൽ എൻട്രി. അപ്പോൾ ഇവിടെ സെയിൽസ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി ജോസ് അക്കൗണ്ട് വരയ്ക്കണം. ജോസ് അക്കൗണ്ട് ഇവിടെ കൊടുക്കുകയാണ്, ജോസ് അക്കൗണ്ട്. ഓക്കെ, എന്നിട്ട് ജോസ് അക്കൗണ്ടിലാണ് എമൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ 6 മാർച്ച് 2017 എന്ന് എഴുതി സെയിൽസ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ്, അതുകൊണ്ട് സെയിൽ എന്ന് എഴുതി 6000 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഈ സെയിം എമൗണ്ട് തന്നെ സെയിൽസ് അക്കൗണ്ടിൽ ഇവിടെ 6 മാർച്ച് 2017 എന്ന് എഴുതി. ഓക്കെ, ഇവിടെ ജോസ് അക്കൗണ്ടിലാണ് സെയിൽ എന്ന് എഴുതി ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസ് എന്ന് എഴുതുക. ജോസ് അക്കൗണ്ട് എന്ന് എഴുതി ആ എമൗണ്ട് 6000 രൂപ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അക്കൗണ്ടിൻ്റെ പേരാണ് മാറിയും തിരിഞ്ഞും വരുന്നത്. അപ്പം ഇവിടെ ജോസ് അക്കൗണ്ടിലാണ് ഈ എമൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ജോസ് അക്കൗണ്ടിൽ നോക്കാൻ നേരത്ത് സെയിൽസ് അക്കൗണ്ടിലാണ് ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ 9-ാം തീയതിയിൽ പെയ്ഡ് ഫോർ സ്റ്റേഷനറി 200 തന്നിട്ടുണ്ട്. അതായത് സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിൽ പേന, ബുക്ക്, പെൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു 200 രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന ജേണൽ എൻട്രിയാണ് ഇതിന് വരുന്നത്. അതായത് സ്റ്റേഷനറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആ സ്ഥാപനത്തിനുണ്ടായി, സ്റ്റേഷനറി മേടിക്കാനുള്ള ഒരു എക്സ്പെൻസ്. അതേപോലെ തന്നെ ആ സ്ഥാപനത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ക്യാഷ് 200 രൂപ കുറഞ്ഞു, ക്യാഷ് അസറ്റ് ഡിക്രീസ് ചെയ്തു. അപ്പം എക്സ്പെൻസ് കൂടി. അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ എക്സ്പെൻസ് അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യണം. ഇവിടെ സ്റ്റേഷനറി എക്സ്പെൻസ് ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റേഷനറിക്ക് വേണ്ടിയിട്ട് പ്രത്യേക അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് അതിൽ അത് ഡെബിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ക്യാഷ് അസറ്റ് കുറഞ്ഞു, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ആ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. ഇവിടെ 9 മാർച്ച് എന്ന് എഴുതി 2017 സ്റ്റേഷനറി അക്കൗണ്ട് എന്ന് എഴുതി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, 200 റുപ്പീസാണ്. ഇവിടെ പർച്ചേസ്ഡ് സ്റ്റേഷനറി ഫോർ ക്യാഷ് കൊടുത്തിട്ട് സ്റ്റേഷനറി മേടിച്ചിരിക്കുന്നു. ഓക്കെ, ഇതും ഈ ജേണൽ എൻട്രി പ്രകാരം നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി അക്കൗണ്ട് വരച്ചു, അതിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് 200 രൂപ ഡെബിറ്റ് ചെയ്തു. അതായത് ഇവിടെ സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. അപ്പോൾ സ്റ്റേഷനറി അക്കൗണ്ടിൽ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് എന്ന് എഴുതിയിട്ട് 200 രൂപ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലാണ് ഇതിൻ്റെ ക്രെഡിറ്റ് വരേണ്ടത്. നമുക്ക് ആ ക്രെഡിറ്റ് അവിടെ എഴുതാം. നോക്കാം. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടിൽ 9 മാർച്ച് 2017 എന്ന് എഴുതി സ്റ്റേഷനറി എന്ന് എഴുതിയിട്ട് ആ എമൗണ്ട്, അതായത് 200 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അടുത്തതായി പറഞ്ഞിരിക്കുന്നത് പെയ്ഡ് ടു ജോൺ, അതായത് ജോണിന് പൈസ കൊടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ജോൺ എന്ന നമ്മൾ ആദ്യം ഒരു ട്രാൻസാക്ഷൻ നടന്നു. 4200 രൂപ ജോണിന് കൊടുക്കാനുണ്ട്. അപ്പോൾ ജോണിന് വേണ്ടിയിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് പെയ്ഡ് ടു ജോൺ 3000, ജോണിന് 3000 രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജോണിന് നമ്മളൊരു ലയബിലിറ്റി ക്രെഡിറ്ററായിട്ടായിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി ഇവിടെ കുറയാണ്. 4200 ജോണിന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം കൊടുക്കാനുണ്ടായിരുന്ന പൈസയിൽ 3000 രൂപ കൊടുത്തു.
ജോണിന് കൊടുക്കാനുള്ള ലയബിലിറ്റി ഇവിടെ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ലയബിലിറ്റി കുറയുമ്പോൾ അതിൻ്റെ റൂൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലയബിലിറ്റി കുറയുകയാണെങ്കിൽ ഏത് ലയബിലിറ്റിയാണോ കുറയുന്നത് ആ ലയബിലിറ്റിയുടെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ലയബിലിറ്റി ഇവിടെ കുറയുന്നതുകൊണ്ട് ജോണിൻ്റെ അക്കൗണ്ടിൽ ഈ കൊടുക്കുന്ന കുറഞ്ഞ ലയബിലിറ്റി 3000 രൂപ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ജോണിന് കാശ് കൊടുക്കുമ്പോൾ സ്ഥാപനത്തിൻ്റെ ക്യാഷ് അസറ്റ് കുറയുകയാണ്. അപ്പോൾ അസറ്റ് കുറയുമ്പോൾ കുറഞ്ഞ അസറ്റ് ഏതാണോ ആ അസറ്റിൻ്റെ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ വേണം. ഓക്കെ, നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രി ആദ്യം എഴുതാം. അപ്പോൾ ഇവിടെ ജേണലിൽ നമ്മൾ 28 മാർച്ച് 2017 എഴുതി. എൻ്റെ ജേണൽ എൻട്രി ആയത് ജോൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അതായത് ജോൺ ഒരു ലയബിലിറ്റി ആയിരുന്നു, ആ ലയബിലിറ്റി കൊടുത്തു തീർത്തപ്പോൾ ലയബിലിറ്റി കുറഞ്ഞു, അതുകൊണ്ടാണ് ജോൺ ഡെബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3000 രൂപ ഡെബിറ്റ് ചെയ്തു ജോൺ അക്കൗണ്ടിൽ. അതേപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടിൽ 3000 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പെയ്ഡ് ടു ജോൺ എന്ന് നറേഷൻ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജോൺ അക്കൗണ്ടിൽ 4200 രൂപ നമ്മൾ ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോൺ അക്കൗണ്ടിൽ തന്നെ 28 മാർച്ച് 2017 എഴുതി ക്യാഷ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് വരുന്നത്, അതുകൊണ്ട് ക്യാഷ് എന്ന് എഴുതി 3000 രൂപ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ എമൗണ്ട് ക്യാഷ് അക്കൗണ്ടിൽ ജോൺ എന്ന് എഴുതി ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ 28 മാർച്ച് 2017 എഴുതി ജോണിന് പൈസ ഉള്ളപ്പോൾ 3000 റുപ്പീസ് ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ റിസീവ്ഡ് ഫ്രം ജോസ് 4500 4500, അതായത് ജോസിൽ നിന്ന് പൈസ കിട്ടി. ഇപ്പോൾ നോക്കുക, ജോസ് ഓൾറെഡി നമുക്ക് വന്നിട്ടുള്ള ട്രാൻസാക്ഷനാണ്. സോൾഡ് ഗുഡ്സ് ടു ജോസ് ഓൺ ക്രെഡിറ്റ് 6000 റുപ്പീസ്, അതായത് 6000 രൂപയ്ക്ക് ജോസിന് സാധനങ്ങൾ വിറ്റിരുന്നു കടത്തിന്. അതായത് ജോസ് സ്ഥാപനത്തോട്ട് പൈസ തരാനുള്ള ആളാണ്. ഡെപ്റ്റർ എന്ന അസറ്റാണ്, നമ്മൾ അസറ്റായിട്ടാണ് അപ്പോൾ ട്രീറ്റ് ചെയ്തത്. ഓക്കെ, ആ ആള് സ്ഥാപനത്തിലോട്ട് 4500 രൂപ തന്നു. ഓക്കെ, അപ്പം 4500 രൂപ സ്ഥാപനത്തോട് തന്നപ്പോൾ സ്ഥാപനത്തിൻ്റെ ക്യാഷ് അസറ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ സ്ഥാപനത്തിൻ്റെ അസറ്റായിരുന്ന ജോസ് എന്ന വ്യക്തി അയാളെ തരാനുള്ളത് 6000 രൂപയായിരുന്നു, അത് 4500 രൂപ തന്നപ്പോൾ 1500 ആയിട്ട് കുറഞ്ഞു. അപ്പം ജോസ് എന്ന ഡെപ്റ്ററിൻ്റെ വാല്യൂ കുറഞ്ഞു, ക്യാഷ് എന്ന അസറ്റ് കൂടി. അപ്പോൾ രണ്ടും അസറ്റാണ്. അസറ്റ് കൂടിയത് ക്യാഷാണ്, കുറഞ്ഞത് ഡെപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ജോസ് എന്ന എൻട്രിയാണ് വരുന്നത്. നമുക്കത് എഴുതാം. അപ്പോൾ ഇവിടെ 29 മാർച്ച് 2017 എഴുതി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് 4500 ആണ്. എമൗണ്ട് 4500 എഴുതി ടു ജോസ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ അത് ക്രെഡിറ്റ് ഉള്ളത് 4500 എഴുതി. അപ്പോൾ ഇവിടെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ജോസ്. ഓക്കെ, എന്നിട്ട് ഇത് നോക്കിയിട്ട് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ഇത് പോസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ക്യാഷ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത് 4500 രൂപ. അപ്പോൾ ജോസ് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ്. അപ്പോൾ ഇവിടെ 29 മാർച്ച് 2017 എഴുതി ജോസ് എന്ന് എഴുതി 4500 രൂപ ഡെബിറ്റ് ചെയ്തു. ഇനി ജോസ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ജോസിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ജോസിൻ്റെ അക്കൗണ്ടിൽ 29 മാർച്ച് 2017 എഴുതി ക്യാഷ് എന്ന് എഴുതി 4500 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് എഫക്റ്റ് ജോസ് എന്നായിരുന്നു, ജോസ് അക്കൗണ്ട് 4500 ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്ത ട്രാൻസാക്ഷൻ പെയ്ഡ് സാലറി 400 ആണ്. അതായത് ആ സ്ഥാപനത്തിൻ്റെ എംപ്ലോയീസിന് ആ സ്ഥാപനം 400 രൂപ സാലറി കൊടുത്തു. ഓക്കെ, അപ്പം സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ എക്സ്പെൻസ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുമ്പോൾ ആ എക്സ്പെൻസ് അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സാലറിയാണ് ഇവിടുത്തെ എക്സ്പെൻസ്. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റ് ക്യാഷ് ആയിട്ടായിരിക്കും സാലറി കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ക്യാഷ് അസറ്റ് കുറയുകയാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ എൻട്രി വരുന്നത് സാലറി അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നാണ്. നമുക്ക് എഴുതാം. ഇവിടെ 30 മാർച്ച് എഴുതി 2017 സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ സാലറി അക്കൗണ്ടിലാണ് എമൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 400 രൂപ വരുന്ന എമൗണ്ട് 400 രൂപ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ടിൽ 400 രൂപ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ബ്രാക്കറ്റ് കൊടുക്കുക പെയ്ഡ് സാലറി. ഓക്കെ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി ലെഡ്ജർ അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ സാലറിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേക അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ സാലറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ സാലറി എന്ന് കൊടുക്കുകയാണ്. സാലറി അക്കൗണ്ട് എമൗണ്ട് ഡെബിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സാലറി അക്കൗണ്ട് 400 രൂപ ഡെബിറ്റ് ചെയ്തു. ഇവിടെ ഡേറ്റ് 30 മാർച്ച് 2017 ആണ്. ഓക്കെ, അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലാണ് അതിൻ്റെ ക്രെഡിറ്റ് വരുന്നത്, അതുകൊണ്ട് ഇവിടെ ക്യാഷ് എന്ന് പേര് കൊടുക്കുകയാണ്. ഇനി ക്യാഷ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ക്യാഷ് അക്കൗണ്ടിൽ 30th മാർച്ച് 2017 എഴുതി സാലറി എന്ന് എഴുതി
400 രൂപ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത ട്രാൻസാക്ഷൻ റിസീവ്ഡ് കമ്മീഷനാണ് 200. അതായത് ആ സ്ഥാപനത്തിന് കമ്മീഷൻ ലഭിച്ചു. അപ്പോൾ മറ്റൊരു ഇൻകമാണ് കമ്മീഷൻ എന്ന ഇൻകം. അപ്പോൾ ഇവിടെ കമ്മീഷൻ എന്ന ഇൻകം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ആ സ്ഥാപനത്തിന് ക്യാഷ് അസറ്റും കൂടി 200 രൂപ ക്യാഷ് അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അസറ്റ് കൂടുമ്പോൾ അതിൻ്റെ എൻട്രി ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കൂടിയത് ഏതാണോ ആ അസറ്റ് ഡെബിറ്റ് ചെയ്യണമെന്നാണ്. ക്യാഷാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലായിരിക്കും ഡെബിറ്റ് ചെയ്യേണ്ടത്. കമ്മീഷൻ എന്ന ഇൻകമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പം ഇൻകം ഇൻക്രീസ് ചെയ്താലും ക്രെഡിറ്റ് ആണ്. അപ്പോൾ കമ്മീഷൻ അക്കൗണ്ട് വരച്ചിട്ട് ആ എമൗണ്ട് ആ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പം ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു കമ്മീഷൻ എന്നാണ്. നമുക്കത് എഴുതാം. ഇവിടെ 31 മാർച്ച് എന്ന് എഴുതി 2017 ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു കമ്മീഷൻ. ഓക്കെ, അപ്പോൾ എമൗണ്ടായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 200 ആണ്. 200 ഇതാണ്. ഓക്കെ, നരേഷനായിട്ട് റിസീവ്ഡ് കമ്മീഷൻ. ഓക്കെ, ഇത് നോക്കിയിട്ട് നമ്മൾ ഇനി ലെഡ്ജർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡെബിറ്റ് ആസ്പെക്റ്റ് എഴുതേണ്ടത് ക്യാഷ് അക്കൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ 30 മാർച്ച് 2017 എന്ന് എഴുതിയിട്ട് കമ്മീഷൻ 200 ഡെബിറ്റ് ചെയ്തു. ഇതിനുശേഷം ഇനി കമ്മീഷൻ അക്കൗണ്ട് വരച്ചിട്ട് അതിൽ ഈ 200 ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇവിടെ കമ്മീഷൻ എന്ന് എഴുതി പുതിയ അക്കൗണ്ടാണ്. 31 മാർച്ച് 2017 എന്ന് എഴുതിയിട്ട് ക്യാഷ് എന്ന് എഴുതി ഈ 200 രൂപ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ എല്ലാ ജേണൽ എൻട്രിയും എല്ലാ ലെഡ്ജർ അക്കൗണ്ടിലും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മളൊരു ട്രയൽ ബാലൻസ്, അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സോൾ ട്രേഡറുടെ ചാപ്റ്റർ ചെയ്യുമ്പോൾ അതിൽ ക്വസ്റ്റ്യനായിട്ട് വരുന്ന ട്രയൽ ബാലൻസ് ആണ്. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം കണക്ക് എഴുതുമ്പോൾ നമുക്ക് ന്യൂമറിക്കൽ എറർ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എഴുതിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. അത് കൂടി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ആദ്യമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ രണ്ട് സൈഡിലും കുറേ എമൗണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡിലെ എമൗണ്ട്സ് കൂട്ടി നോക്കുക. അതിൽ ഏറ്റവും കൂടുതലുള്ള എമൗണ്ട് ഏതാണ് കണ്ടെത്തുക. അതായത് നമ്മൾ ആദ്യം കൂട്ടാൻ പോകുന്നത് ഡെബിറ്റ് സൈഡിലെ എമൗണ്ടാണ് നോക്കുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ എമൗണ്ട് 10,000 പ്ലസ് 5,000 പ്ലസ് 4,500 പ്ലസ് 200. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 19,700 എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതുക 19,700 ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ് കൂട്ടി നോക്കാം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പോൾ 2,000 പ്ലസ് 4,500 പ്ലസ് 200 പ്ലസ് 3,000 പ്ലസ് 400. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10,100 എന്നാണ്. ഓക്കെ, 10,100. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സൈഡും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ ഈ എമൗണ്ട്, ഈ കൂടുതലുള്ള സൈഡിലെ എമൗണ്ട് രണ്ട് സൈഡിൽ എഴുതുക. അതായത് ഇവിടെ ഒരു വര ഇട്ടിട്ട് ഈ 19,700 രണ്ട് സൈഡിൽ എഴുതുകയാണ്. എന്നിട്ട് ഡബിൾ ലൈൻ ചെയ്യുന്നു. 19,700 ഡബിൾ ലൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇവിടെ കൂട്ടുമ്പോൾ 19,700 കിട്ടും. പക്ഷേ ഇവിടെ കൂട്ടുമ്പോൾ 19,700 കിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ട്. അതായത് ഇവിടെ 10,100 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 19,700 നിന്ന് ഈ സൈഡിൻ്റെ ടോട്ടലായ 10,100, അതായത് 10,100 രൂപയാണ് ഇതിൻ്റെ സൈഡിൻ്റെ ടോട്ടൽ. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9,600 രൂപയാണ്. അതായത് ഈ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് 9,600 രൂപയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാഷിൻ്റെ വരവാണ് ഈ സൈഡിൽ വന്നിരിക്കുന്നത്. ഈ വരവിൽ നിന്ന് ചിലവാണ് ഈ സൈഡിൽ വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിൽ ചിലവെല്ലാം കുറിച്ച് ക്യാഷ് ഇൻക്രീസ് ചെയ്ത ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇൻക്രീസ് ചെയ്ത ഐറ്റം ക്യാഷ് അക്കൗണ്ട് നോക്കി അറിയാൻ പറ്റും. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഇൻക്രീസ് ചെയ്തു, സെയിൽ നടന്നതിലൂടെ ഇൻക്രീസ് ചെയ്തു, ജോസ് പൈസ തന്നതിലൂടെ ഇൻക്രീസ് ചെയ്തു, കമ്മീഷൻ കിട്ടിയതിലൂടെ ക്യാഷ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ക്യാഷ് ചിലവായിട്ടുള്ള കാര്യങ്ങളാണ്. ഫർണിച്ചർ മേടിച്ചു, പർച്ചേസ് ചെയ്തു, റോ മെറ്റീരിയൽ സ്റ്റേഷന് മേടിച്ചു, ജോണിന് കൊടുത്തു, സാലറി കൊടുത്തു. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് മിച്ചമുള്ള തുകയാണ് ഈ 9,600. അപ്പോൾ നമുക്കിതിനെ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് എഴുതാം. അതായത് 31 മാർച്ച് 2017 ബാലൻസ് ആണ് 9,600 രൂപ. അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണ്. അപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ ബാലൻസ് നമുക്ക് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയാം. അതായത് ഡെബിറ്റിൻ്റെ മിച്ചമുള്ള എമൗണ്ട് ആണ് ഈ തന്നിരിക്കുന്നത്. ഈ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം
ഇതേപോലെ ഓരോ അക്കൗണ്ട് നമ്മൾ ഇനി ബാലൻസ് ചെയ്യണം നമുക്ക് നോക്കാം. അടുത്ത ബാലൻസ് ചെയ്യേണ്ടത് ക്യാപിറ്റലിൻ്റെ അക്കൗണ്ടാണ്. ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉള്ളൂ, ഈ സൈഡിലൊന്നും എമൗണ്ട് ഇല്ല. അതുകൊണ്ട് രണ്ട് സൈഡിൽ നമ്മൾ 10,000 എഴുതുക. കൂടുതലുള്ള എമൗണ്ട് രണ്ട് സൈഡിൽ എഴുതുകയാണ് 10,000. ഓക്കെ, അപ്പം ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ. അപ്പോൾ ഇവിടെയാണ് 31 മാർച്ച് 2017 എന്ന് എഴുതിയിട്ട് ബാലൻസ് ക്യാരി ഡൗൺ 10,000 rupees. ഓക്കെ, അതേപോലെ ഇനി ഫർണിച്ചറാണ്. ഫർണിച്ചറിന് ഡെബിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉള്ളൂ. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 2000 എഴുതി, ആ എമൗണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ രണ്ട് സൈഡിലും കൂടുതലുള്ള എമൗണ്ട് എഴുതി. അപ്പോൾ ഇവിടെ 31 മാർച്ച് 2017 ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി ഈ 2000 രൂപ കാണിക്കും. ഓക്കെ, അടുത്ത ബാലൻസ് ചെയ്യേണ്ടത് പർച്ചേസ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അസറ്റ് അക്കൗണ്ടുകളും ലയബിലിറ്റി അക്കൗണ്ടും, ഇത് ക്യാപിറ്റൽ ലയബിലിറ്റി ആണ്, ഫർണിച്ചർ അസറ്റ് ആണ്. ഈ തരത്തിൽപ്പെട്ട അക്കൗണ്ടുകൾ മാത്രമേ ബാലൻസ് ചെയ്യാറുള്ളൂ, ഇതേപോലെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതാറുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടെന്നാൽ തൊട്ടടുത്ത വർഷത്തിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യും, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും ആ വർഷത്തെ കണക്കുകൾ എഴുതി പോകുന്നത്. പക്ഷേ ഈ എക്സ്പെൻസുകളെയും ഇൻകങ്ങളെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെ തൊട്ടടുത്ത വർഷത്തിലോട്ട് ഫോർവേഡ് ചെയ്യില്ല. ഒരു സ്ഥാപനം അതിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഇതേപോലുള്ള ഇൻകങ്ങളും എക്സ്പെൻസുകളും ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യാറാണ് പതിവ്. അതുകൊണ്ട് ഈ എക്സ്പെൻസുകളും ഇൻകങ്ങളും അസറ്റ് അക്കൗണ്ടുകളും ലയബിലിറ്റി അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്യാറില്ല, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എഴുതി നിർത്തുകയേ ചെയ്യാറുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. അതേ നമ്മൾ ടോട്ടൽ ചെയ്യുന്നത് പർച്ചേസിൻ്റെ അക്കൗണ്ടാണ്. പർച്ചേസിൻ്റെ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ 4500 പ്ലസ് 4200 വരുമ്പം 8700 രൂപ കിട്ടും. ഓക്കെ, അത് രണ്ട് സൈഡിൽ എഴുതി നിർത്തുക, ബാലൻസ് ചെയ്ത് എഴുതത്തില്ല. എന്തുകൊണ്ടെന്നാൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ എഴുതി അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ജോണിൻ്റെ അക്കൗണ്ടാണ്. ജോണിൻ്റെ അക്കൗണ്ടിൽ രണ്ട് സൈഡിൽ എമൗണ്ട് ഉണ്ട്. 4200 ആണ് കൂടുതൽ ക്രെഡിറ്റ് സൈഡിൽ. അപ്പം രണ്ട് സൈഡിൽ ആ എമൗണ്ട് എഴുതുക. 4200 എഴുതി. ഓക്കെ, അപ്പം 4200 ഇവിടെ കുറവാണ്, 3000 രൂപ കുറയ്ക്കുമ്പോൾ നമുക്ക് 1200 രൂപയെന്ന് കിട്ടും. ഓക്കെ, അതാണ് ബാലൻസ് ക്യാരി ഡൗൺ 31 മാർച്ച് 2017. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ജോണിന് പൈസ കൊടുക്കാനുണ്ടായിരുന്നു 4200, അതിൽ 3000 രൂപ കൊടുത്തു, ബാക്കി 1200 ഇനി കൊടുക്കാനുണ്ട്. അപ്പോൾ ജോണിന് എത്ര രൂപ കൃത്യമായിട്ട് കൊടുക്കാനുണ്ടെന്ന് നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തതിലൂടെ കണ്ടെത്തി. അതാണ് ഇവിടെ അക്കൗണ്ട് വരയ്ക്കുന്നതിൻ്റെ ഒരു ഉപയോഗം. അതാണ് 4200 ആയിരുന്നു കൊടുക്കാനുള്ളത്, അതിൽ 3000 രൂപ കൊടുത്തതായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ബാലൻസ് ചെയ്തപ്പോൾ ഇനി എത്ര രൂപ കൊടുക്കാനുണ്ടെന്ന് നമ്മൾ കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഈ 1200 ഇതൊരു ബാധ്യതയാണ്, അതുകൊണ്ടാണ് ഇത് ബാലൻസ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. 1200 രൂപ ഇനി ജോണിന് കൊടുക്കാനുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തൊട്ടടുത്ത വർഷത്തിലോട്ട് ഫോർവേഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സെയിലാണ്. സെയിൽസ് അക്കൗണ്ട് ഒരു ഇൻകം അക്കൗണ്ടാണ്. എൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമേ എമൗണ്ട് ഉള്ളൂ, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് രണ്ട് സൈഡിൽ എഴുതണം. നോക്കാം, 5000 6000 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 11000 രൂപ എന്നാണ് കിട്ടുന്നത്. ഈ 11000 രൂപ ഡെബിറ്റ് സൈഡിൽ എഴുതുക, വേറെ എമൗണ്ട് ഡെബിറ്റിലില്ല. ഓക്കെ, അപ്പം ഇത് ബാലൻസ് ചെയ്ത് എഴുതത്തില്ല, എന്തുകൊണ്ടെന്ന് പറഞ്ഞു, ഇത് ഇൻകമാണ്. അടുത്തതായി നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ജോസിൻ്റെ അക്കൗണ്ടാണ്. ഇവിടെ നോക്കുക, ജോസിൻ്റെ അക്കൗണ്ടിൽ രണ്ട് സൈഡിൽ എമൗണ്ട് ഉണ്ട്. ഇവിടെ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ. അപ്പോൾ ആ എമൗണ്ട് 6000 രൂപ രണ്ട് സൈഡിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കൂടുതലാണ്, അതുകൊണ്ട് രണ്ട് സൈഡിൽ 6000 രൂപ എഴുതി. 4500 രൂപ ഇതിനകത്ത് നിന്ന് കുറയ്ക്കാൻ നേരത്ത് നമുക്ക് 1500 രൂപയാണ് കിട്ടുന്നത്. അതായത് 31 മാർച്ചിലെ ബാലൻസ് 2017 ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ജോസിൽ നിന്ന് 6000 രൂപ ലഭിക്കാനുണ്ടായിരുന്നു. ജോസ് 4500 രൂപ തന്നു, ഇനി 1500 രൂപ ജോസ് തരാനുണ്ട്. അപ്പോൾ ജോസിൻ്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് ജോസ് എത്ര രൂപ കൃത്യമായിട്ട് തരാനുണ്ടെന്ന് അതിൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേഷനറി അക്കൗണ്ടാണ്. സ്റ്റേഷനറി അക്കൗണ്ടിൽ ഒരു ഐറ്റമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അത് ഡെബിറ്റ് സൈഡിലാണ്. ആ എമൗണ്ട് രണ്ട് സൈഡിൽ എഴുതി ടോട്ടൽ ചെയ്ത് നിർത്താം. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് സാലറി അക്കൗണ്ടാണ്. സാലറി അക്കൗണ്ടിൽ ഒരൊറ്റ ഐറ്റമേ ഉള്ളൂ, അത് ഡെബിറ്റ് സൈഡിലാണ്. അത് രണ്ട് എമൗണ്ട് നമ്മൾ ആ എമൗണ്ട് രണ്ട് സൈഡിലും എഴുതി നിർത്തുക. ഓക്കെ, അടുത്തത് കമ്മീഷനാണ്. കമ്മീഷൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മാത്രമാണ് എമൗണ്ട് ഉള്ളത്, ആ എമൗണ്ട് രണ്ട് സൈഡിൽ എഴുതണം. നോക്കാം, അപ്പോൾ 200 ഇവിടെ എഴുതി, അപ്പോൾ തന്നെ ആ 200 ഇവിടെ എഴുതി നിർത്തുക. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം ഫ്രണ്ട്സ്, ഇതാണ് ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ്. ട്രയൽ ബാലൻസ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം കണക്കുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എറേഴ്സ്, അതായത് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ നമ്മൾ എഴുതിയതിനകത്തുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ഓക്കെ, അപ്പം ഇത്
ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം കണക്ക് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ജേർണലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ രണ്ട് ആസ്പെക്റ്റ്, അതായത് ഒരു എമൗണ്ട് നമ്മൾ രണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് ആണെങ്കിൽ മറ്റൊരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഏത് ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തപ്പോഴും സെയിം എമൗണ്ട് ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ആ എമൗണ്ട് തന്നെ മറ്റൊരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ബേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, നമ്മുടെ ഒന്നാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവായിരുന്നു. അതുകൊണ്ട് ബാലൻസ് നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന 9600. ഓക്കെ, അപ്പം ഡെബിറ്റ് സൈഡ് കൂടിയ അക്കൗണ്ടായിരുന്നു, ക്രെഡിറ്റ് സൈഡ് കുറഞ്ഞ അക്കൗണ്ടായിരുന്നു. അപ്പോൾ ഈ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ഈ 9600 രൂപ അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിൽ ഇവിടെ ക്യാഷ് എന്ന് എഴുതി. ഓക്കെ, ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് ഈ 9600 രൂപ എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട തെറ്റിപ്പ് വരുത്. ഇതിൻ്റെ ബാലൻസ് ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഇത് തൊട്ടടുത്ത വർഷം ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതും. ഓക്കെ, അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുള്ള അക്കൗണ്ട് അതിനെ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഡെബിറ്റ് ബാലൻസ് ആയ 9600 നമ്മൾ ഡെബിറ്റ് സൈഡിൽ എടുത്ത് എഴുതുക. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡിൽ ഐറ്റംസ് ഒന്നുമില്ല. ക്രെഡിറ്റ് ബാലൻസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന ബാലൻസ് ക്യാഡ് ഓൺ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ഇതിൻ്റെ എമൗണ്ട് എഴുതേണ്ടത്. ഇവിടെ അപ്പോൾ ട്രയൽ ബാലൻസിൽ ക്യാപിറ്റൽ എന്ന് എഴുതി, ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് എമൗണ്ടിൻ്റെ കോളത്തിലാണ് ആ എമൗണ്ട് എഴുതേണ്ടത്, 10,000 റുപ്പീസ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത് ഫർണിച്ചറാണ്. ഫർണിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ, അപ്പോൾ ബാലൻസ് വന്നിരിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അതായത് ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ് ഫർണിച്ചർ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിൻ്റെയും നമ്മൾ ട്രയൽ ബാലൻസിൽ ഫർണിച്ചർ എന്ന് എഴുതി ആ 2000 രൂപയാണ് ഡെബിറ്റ് സൈഡിൽ എമൗണ്ടായിട്ട് കിടക്കുന്നത്. ഓക്കെ, ആ 2000 രൂപ ഡെബിറ്റ് എമൗണ്ട് കൊടുത്ത് എഴുതുക. ഓക്കെ, അടുത്തത് പർച്ചേസ് ആണ്, എക്സ്പെൻസ് അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെയും ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 8700 രൂപ. ഈ എമൗണ്ട് നമ്മൾ ട്രയൽ ബാലൻസിൽ പർച്ചേസ് എന്ന് എഴുതി ഡെബിറ്റ് സൈഡിൽ 8700 എഴുതി കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് ജോണിൻ്റെ അക്കൗണ്ടാണ്. ജോണിൻ്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 1200 രൂപ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതായത് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കൂടുതലും ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കുറവായിരുന്നു. അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് 1200 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജോൺ എന്ന് എഴുതിയിട്ട് 1200 രൂപ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് കൊടുത്ത് എഴുതി കാണിച്ചു. ഓക്കെ, അടുത്ത അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ടാണ്, ഇൻകം അക്കൗണ്ടാണ്. നോക്കാം, ഇതിൻ്റെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, അപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. ഈ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതി കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിൽ എന്ന് എഴുതി ഈ 11000 രൂപ ക്രെഡിറ്റ് സൈഡിൽ എഴുതി കാണിച്ചു. ഓക്കെ, അടുത്തതായി നമ്മൾ ബാലൻസ് ചെയ്യേണ്ടത് ജോസിൻ്റെ അക്കൗണ്ടാണ്. ജോസിൻ്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നോക്കുക, ജോസിൻ്റെ ഡെബിറ്റ് സൈഡാണ് എമൗണ്ട് കൂടുതൽ, അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. 1500 ആണ് നമുക്ക് ആ ബാലൻസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ജോസ് എന്ന് എഴുതി ഡെബിറ്റ് സൈഡിൽ 1500 രൂപ എടുത്തെടുക്കുക. ഓക്കെ, അടുത്തത് സ്റ്റേഷനറി അക്കൗണ്ടാണ്. സ്റ്റേഷനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ, 200 രൂപയാണുള്ളത്. ഇതും ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. അപ്പോൾ ട്രയൽ ബാലൻസിൽ നമ്മൾ സ്റ്റേഷനറി എന്ന് എഴുതി ആ 200 രൂപ ഡെബിറ്റ് ചെയ്യും. ഓക്കെ, ഡെബിറ്റ് കോളത്തിലാണ് എഴുതേണ്ടത്. അടുത്ത ഐറ്റം സാലറിയാണ്. സാലറി അക്കൗണ്ടും ഡെബിറ്റ് ബാലൻസ് ആണ്, 400 രൂപയാണ് ഉള്ളത്. അതും നമ്മൾ ട്രയൽ ബാലൻസിൽ സാലറി എന്ന് എഴുതി 400 രൂപ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കൊടുത്ത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് കമ്മീഷനാണ്. കമ്മീഷൻ ഇൻകം ആണ്, അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ. അപ്പോൾ ഇത് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രയൽ ബാലൻസിൽ കമ്മീഷൻ എന്ന് എഴുതി ഓക്കെ ഈ 200 രൂപ ക്രെഡിറ്റ് സൈഡിൽ എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ അക്കൗണ്ട് ബാലൻസും നമ്മൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് ഒരു ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ ഈ ട്രയൽ ബാലൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ ആകെ അല്ലെങ്കിൽ മൊത്തത്തിൽ തയ്യാറാക്കിയ എല്ലാ അക്കൗണ്ടുകളുടെ ബാലൻസ് ട്രയൽ ബാലൻസിൽ വരും. ഓക്കെ, അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനുശേഷം രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കണം. രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെയ്ത കണക്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത അക്കൗണ്ടിങ്ങിൽ ന്യൂമറിക്കലായിട്ട്, അതായത് സംഖ്യാപരമായ എററുകൾ ഇല്ലെന്ന് നമുക്ക് അനുമാനിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് സൈഡ് നമുക്ക് ടോട്ടൽ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 22,400 എന്നാണ്. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ആ എമൗണ്ട് തന്നെയാണ് കിട്ടുന്നത്, 22,400 എന്നാണ്. അപ്പം ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം നമ്മൾ കണക്കെഴുതുന്നതുകൊണ്ടാണ്
അക്കൗണ്ടുകളുടെ ബാലൻസ് എഴുതുമ്പോൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ഒരു അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട് വേറൊരു അക്കൗണ്ടിൽ ആ സെയിം എമൗണ്ട് തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടുകളുടെ ബാലൻസുകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് കൃത്യമായിട്ട് നമ്മളത് കണക്ക് എഴുതിയിട്ടുള്ളതെങ്കിൽ ആ ട്രയൽ ബാലൻസിൻ്റെ ബാലൻസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ സോൾ ട്രേഡറുടെ കണക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത്, അതായത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇതാണ്. അതായത് ഒരു സ്ഥാപനത്തിൽ പ്രിപ്പയർ ചെയ്ത മുഴുവൻ അക്കൗണ്ടുകളുടെയും ബാലൻസ് ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇതേപോലെ ട്രയൽ ബാലൻസിലായിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഒരു ഐഡിയ വേണം. ഓക്കെ, നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഇതിൽ പറയുന്ന ഓരോ ട്രാൻസാക്ഷനും തന്നെ ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. കീപ് വാച്ചിങ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.